നാഗാ പതിവില്ലാതെ നബീനല്ല പടയ്ത്താനെ, നാരീ ഹൗവ ബീവി രണ്ടാളും ഒരുമിത്താനെ, ഏകാപാഴം തിന്നരയോനറിയിച്ചാനെ, ഏനെ പേരകെ മൽഹൂനവിടന്ന് ചതിച്ചാനെ, വന്നെത്ത് തിന്നെത്ത് എന്താണിപ്പോഴും നിങ്ങളിറുത്ത് തിന്നാത്ത് ജന്നാത്ത് തന്നിലുള്ള കാനിയൊക്കെ ഈലും മീക ജാതിയാണ് നാദരെയും അശാദൊരാൾ മണി ഷാവിയെന്നുമെ പാടി അമ്മുശീലവരാടി വന്ന് പടം പറിച്ചോടി തിന്നവർ തങ്ങളെ ചങ്കിലുടുങ്ങിയും മങ്കയിളങ്കി വിളുങ്കി വിശുങ്കിയും ആകെ ചുറ്റിലകത്തിലും എത്തണകത്തിരു കത്തണമൈത്തിരു വിത്തരുണത്തിലെ മുത്ത് നബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികത്തൊരു തക്ക വിളക്കൊളി മുക്കിയ മക്കനകക്കത് ശിഖ് ഹബീബുള്ള. അത്തള ഉത്തള തവളാച്ചി നല്ല ഇത്. ഈ 4 വരിയിൽ 400ഓളം പേജിൽ മഹാനായ മോൻകുട്ടി വൈദ്യ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇസ്ലാമിക ചരിത്രം. അല്ലാഹ് പറഞ്ഞു, വലാ തഖറബ ഹാദിഹി ഷജറ, നബിയെ ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളിടത്ത് പോകാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് സ്വർഗത്തിൽ. വലാ തഖറബ ഹാദിഹി ഷജറ, നബിയെ ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. പക്ഷേ നമ്മൾ എത്ര നന്നാകാൻ നോക്കിയാലും നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു സാധനമുണ്ട്. ആരാ ആരാ വാപ്പായ സുബ്ഹാനല്ലാഹ്. ആരാ? ഇബ്ലീസ്. ഖുർആൻ പറഞ്ഞെന്താ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ്. ഇബ്ലീസ് വന്നു. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ തെറ്റിക്കാൻ നോക്കണ താത്താമാർക്കാണ് അല്ലേ? അങ്ങനെയാണ്. ഇബ്ലീസ് വന്നിട്ട് അവ്വാബിയോട് ചോദിച്ചു, അതെ സ്വർഗം എങ്ങനെയുണ്ട്, സ്വർഗം എങ്ങനെയുണ്ട്? അപ്പൊ അവ്വാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് റാഹത്ത് അല്ലേ. കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? പുതിയാപ്പിളയോട് അല്ലെ പുതിയ പെണ്ണിനോടൊന്ന് ചോദിച്ചു നോക്കണം. ഇവിടെ പുതിയ പെണ്ണെന്നല്ലേ പറയാ അല്ലേ? ഇവിടെ ഭർത്താവിനെ എന്താ വിളിക്കുക? ഭാര്യ ഭർത്താവിനെ എന്താ വിളിക്കുക? കർണാടകയിലെ സ്ഥലത്ത് പോയി പിടിച്ചായി എന്നാ വിളിക്കുക. ഇവിടെ എന്താ വിളിക്കുക? വിളിച്ചേക്കല്ലേ. ഇവിടെ എന്താ വിളിക്കുക? ഭാര്യ. ഉസ്താദേ നിങ്ങൾ വാത് പറ, എന്തെങ്കിലും ഓള് വിളിച്ചോട്ടെ. ഓൾ എഴുന്നേക്കുന്ന മുമ്പ് തഹജ്ജുദ് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഓൾ ഉറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുക. എന്തെങ്കിലും വിളിച്ചോട്ടെ. എന്താ വിളിക്കുക? ഭർത്താവിനെ എന്താ വിളിക്കുക? ഇച്ച. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്തുണ്ടായി? അവ്വാബിയോട് പറഞ്ഞു എന്തൊക്കെയുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ ഓളോട് എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിക്കണം. അപ്പോൾ പറയണം എന്താണെന്നറിയോ? എൻ്റെ ഉസ്താദേ ഇങ്ങനെ ഒരു മാപ്പിള, തങ്കക്കട്ട മുത്തുക്കട്ട ഫുൾ കട്ട, കഴിഞ്ഞ ജന്മത്തിൽ അറിയാതെ എന്തോ ഒരു സ്ഥാനം ചെയ്തു പോയി എൻ്റെ ഉസ്താദേ. എങ്ങനെ ഉണ്ടാ സ്നേഹം? ഇതേ സാധനത്തിനോട് ഒരു 6 മാസം കഴിഞ്ഞ് ചോദിക്കണം, മോളെ എങ്ങനെയുണ്ട് ജീവിതം? അങ്ങനെയൊക്കെ അങ്ങ് പോണ് അല്ലേ? ശരിയല്ലേ ഇപ്പ? അങ്ങനല്ലേ? ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് ചോദിക്കണം ഇതേ സാധനത്തിനോട്, മോൾ എങ്ങനെയുണ്ട് കുടുംബ ജീവിതമൊക്കെ? ഓള് പറയണം എന്താണെന്നറിയോ? എന്താ പറയാൻ എൻ്റെ ഉസ്താദെ, അലാക്കിൻ്റെ അവലും കഞ്ഞിയും തന്നെ ഉസ്താദെ, മക്കള് 2 ഇല്ലെങ്കിൽ പഹേനെ എന്നേ ഞാൻ ചവിട്ടി പുറത്താക്കിയേനെ അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങൾ ബൈക്കിൽ പോകണ്ടിട്ടുണ്ടോ? പുതിയാപ്പിളയും പുതിയണ്ണും. ഇപ്പോഴത്തെ ബൈക്ക് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഓടിക്കുന്നയാള് സുജൂദിലും പുറകിരിക്കുന്ന ആള് റുക്കൂയിലുവാ. കണ്ടിട്ടുണ്ടോ? വാപ്പാക്കൊന്നും കയറാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, ബൈക്ക് വല്ലാത്ത അതാണ്. ബുറാക്കിന് പോലും ഇത്ര വിശേഷണങ്ങളില്ല. ഓടിക്കുന്നയാൾ സുജൂദിലാണ്, പുറകിരിക്കുന്ന ആള് റുക്കൂയിലുവാ. വാപ്പാക്ക് ഏണിയിട്ട് കയറാൻ പറ്റൂ. പോണ പോക്ക് വന്ദേ ഭാരത് മാറി നിൽക്കും. ഈ സാധനത്തിലാണ് പോകുന്നത്. കല്യാണം കഴിഞ്ഞ പുതു ജോഡികൾ പോണണ്ട തോന്നും സയാമീസ് ഇരട്ടകളാണ്. അത്ര കെട്ടിപ്പിടിച്ചായിരിക്കണം. ഇതേ സാധനം ഒരു 6 മാസം കഴിഞ്ഞ ശൈലി മാറും. ഒരു കൈ തോളിലും ഒരു കൈ പുറകിൽ ക്യാരിയറിലും അല്ലേ? ശരിയല്ലേ? 1 കൊല്ലം കഴിഞ്ഞ ഓൻ പെട്രോൾ ടാങ്കിന്റെ മുകളിലായിരിക്കും, ഓള് പുറകിലായിരിക്കും. ഇടയിൽ 2 മക്കൾക്ക് ഇരിക്കുക. 2-3 കൊല്ലം കഴിഞ്ഞ ഓൻ ബൈക്കിൽ പോവും, ഓള് ബസ്സിൽ വേണമെങ്കിൽ വന്നാൽ മതി, കൊണ്ടുപോകില്ല. അള്ളാഹു നമ്മുടെ കുടുംബം ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ആകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാ. തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഇവിടെ സന്തോഷം കുടുംബം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അവ്വാബി ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, അതെ എങ്ങനെയുണ്ട് സ്വർഗം? റാഹത്താണ്. അപ്പൊ ഈ പഴങ്ങൾ എന്താ കഴിക്കാത്ത? അപ്പൊ അവ്വാബി പറഞ്ഞു, അത് അള്ളാഹ് പറഞ്ഞു കഴിക്കരുത്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അതൊന്നും അല്ലപ്പാ, ഈ പഴം കഴിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളും മരിക്കൂല. ഒളയത്തുള്ള താത്താമാരോട് പള്ളിയിൽ ഹസൻ ഉസ്താദ് പറയുന്ന ഒരു പഴം ഇറങ്ങിയിട്ടുണ്ട്. ആ പഴം ഇറങ്ങി കഴിച്ചാൽ ഒരിക്കലും മരിക്കൂല എന്ന് അറിഞ്ഞാൽ ഉറങ്ങിക്കിടക്കണ കെട്ടിയോനെ പണയം വെച്ചിട്ടാണെങ്കിൽ താത്താമാർ ഇത് വാങ്ങും. കാരണം എന്താ? മരിക്കാൻ ആർക്കും ഇഷ്ടമല്ല. ഒരാൾക്ക് മരിക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമാണോ? ICUവിലെ വെന്റിലേറ്റർ കിടക്കുന്ന രോഗിയോട് ഡോക്ടർ ചോദിക്കണം, ഒരു 10 കൊല്ലം കൂടി ആയുസ് വരട്ടെ എന്ന് വെച്ചാൽ 10 കൊല്ലം ഉള്ള ഡോക്ടറെ എന്നാ ചോദിക്കുക. മരിക്കാൻ ഒരു പടപ്പിന് ഇഷ്ടമല്ല അല്ലേ? ഇത് പറഞ്ഞപ്പോൾ അവ്വാ ബിബി ചിന്തിച്ചു, അത് ശരിയാണല്ലോ, ഇത് മരിക്കാതിരിക്കണ പഴം ഒന്ന് കഴിക്കണം. ആദം നബി വന്നു. ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, പതിവില്ലാത്തൊരു സ്നേഹം. വാപ്പമാരെ പഠിച്ചോ, ഉമ്മമാര് പതിവില്ലാത്തൊരു സ്നേഹം നിങ്ങളോട് കാണിച്ച പണി വരുന്നുണ്ട്. അങ്ങനെ ചരിത്രം വിശദീകരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് അവ്വാ ബിബി പാവപ്പെട്ട ആദം നബിയെ മരത്തിന്റെ മുകളിൽ കയറ്റി പഴം പറിച്ചു.
ഹവ്വാ ബീവി പറഞ്ഞു, ആദം നബി കൊണ്ടുവന്നോട് പറഞ്ഞു, നീ കഴിക്ക്, നീ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. സ്നേഹമുള്ള ഭർത്താവാ, നമ്മളെ പോലെയാ. നീ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഹവ്വാ ബീവി പറഞ്ഞു, ഇല്ല, നിങ്ങൾ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ആദം നബി പഴം കഴിച്ചു. പഴം കഴിച്ച് തൊണ്ടയിലെത്തിയപ്പോൾ നസലുൽ അമീൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു തൊണ്ടയിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ കഴിക്കരുത്, ഇത് സ്വർഗ്ഗാണ്, ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികം നമുക്കൊരു സാധനം ഇഷ്ടമല്ലെങ്കിൽ തുപ്പി കളയണമല്ലോ. ആദം നബി തുപ്പാൻ പോയപ്പോൾ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി ഒരു ജിബ്രീൽ ചിറക് കൊണ്ട് വാ പൊത്തിന്ന, സ്വർഗത്തിൽ തുപ്പാനൊന്നും പറ്റൂല, ഇത് അങ്ങോട്ടും പോണില്ല ഇങ്ങോട്ടും പോണില്ല, തൊണ്ടയിൽ അള്ളാഹ് വെച്ചേക്ക. ഖിയാമത്ത് നാൾ വരെ പുരുഷന്മാരുടെ തൊണ്ടയിൽ ഒരു മുഴയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? തപ്പി നോക്കിയേ, പുരുഷന്മാർക്കേ സാധനമുള്ളൂ. ഇവിടെ എന്താ ഹൽക്കെന്നല്ലേ പറയാ? ഖിയാമത്ത് നാൾ വരെ പുരുഷന്മാർക്കൊരു ദൃഷ്ടാന്തമായി തൊണ്ടയിൽ മുഴയുണ്ട്. പൊളയത്തെ താത്ത ചിന്തിക്കണം, അല്ലാ എൻ്റെ ഉസ്താദേ 10-30 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ മനുഷ്യൻ്റെ തൊണ്ടയിലെ മുഴ ഞാൻ കണ്ടിട്ടില്ലല്ലോ റബ്ബേ. ഇന്ന് എന്തായാലും വകല് കഴിഞ്ഞ് പോയി നോക്കണമെന്ന്. ആപ്പ ആകെ BP-യുടെ ഗുളിയൊക്കെ കഴിച്ച് വകലും കഴിഞ്ഞ് 12 മണിക്ക് പോയി കിടന്നുറങ്ങാണ്. ഒന്നും അറിയാത്ത ദുനിയ എടുത്തോണ്ട് പോയാൽ പോലും ആരും അറിയില്ല. കിടന്നുറങ്ങുമ്പോൾ താത്ത ഇങ്ങനെ ഉസ്താദ് പറഞ്ഞ മുഴ എൻ്റെ ഇച്ഛാക്ക് ഉണ്ടാന്തോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ തപ്പി വരും. അറിയാതെ എങ്ങനെ കയ്യൊന്ന് അമർന്നാൽ പിന്നെ ഹസൻ ഉസ്താദ് തൽക്കീൻ ഓതിയാൽ മതി. അറിയാതെ എങ്ങനെ ആ മുഴയൊന്ന് ഞെങ്ങിപ്പോയാൽ പിന്നെ ഉസ്താദും തൽക്കീൻ ഓതിയാൽ മതി. അതുകൊണ്ട് സൂക്ഷിച്ചിന്ന് കിടന്നുറങ്ങിക്കോളി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ആ സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ആ സ്വർഗത്തിലേക്ക് നമ്മൾ എവിടെ പോകണം? ആ സ്വർഗത്തിൽ നമ്മൾ കടന്നു പോകണം. അതിനുവേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മു സലീം റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ മറ്റാരെക്കാളും നടന്നു പോകുന്ന കാലച്ച ഞാൻ കേട്ടു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബ്, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഇത്രമാത്രം പദവിയോടെ കടന്നു പോകാ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളുണ്ട് നബിയേ, ഒന്ന് പറഞ്ഞു തരുവോ യാ റസൂലല്ലാഹ്? പഠിക്കണം ചെറുപ്പക്കാർ, വളയത്തെ പെങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? പാപ്പമാരെ, സ്വർഗത്തിലെ കടന്നു പോകാൻ കൊതിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളിയിൽ തടിച്ചുകൂടിയ ആർത്തിരമ്പി വരും അലകടലിന്റെ അലമാലകളെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, അല്ലാഹുവേ, ഉമ്മു സലൈമ റളിയല്ലാഹു അൻഹ ഒന്നാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയോ? അല്ലാഹുവേ, നബിതങ്ങൾ പറയുന്നു, ഉറച്ച ഈമാനായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമയുണ്ടല്ലോ. നമ്മൾ മുസ്ലിമാണല്ലോ, വാപ്പ മുസ്ലിമായതിന്റെ പേരില്, ഉമ്മ മുസ്ലിമായതിന്റെ പേരില് ഒളയം പള്ളിയുടെ രജിസ്റ്ററില് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ മുസ്ലിമാണെന്ന് ധരിക്കുന്നവരാ. വേഷം കൊണ്ട് മുസ്ലിമാകൂല, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാ മുസ്ലിമാകേണ്ടത്. അചഞ്ചലമായ വിശ്വാസം നമ്മുടെ കൽബിനകത്തുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സർവ്വസ്വം സമർപ്പിച്ചവരാ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, എന്റെ പ്രിയമുള്ള വാപ്പാ, ചരിത്രം ഒന്ന് പഠിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയില് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുമ്പോ മക്കയിൽ പ്രബോധനം തുടങ്ങിയല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദിവ്യബോധനവുമായി മദീനയിൽ പലരും കടന്നു വന്നു. മദീനയിൽ പലരും വിശ്വാസം കൊണ്ടവരാ. മദീനയിൽ പലരും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. അതിൽപ്പെട്ടവരാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. എന്നാലോ മാലിക് ഇബ്നു നദർ എന്ന് പറയുന്ന ഭർത്താവ് മുസ്ലിമല്ല. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുസ്ലിമായി. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു, പെണ്ണ്, നീ മുസ്ലിമാണെന്ന് ഞാൻ അറിയുകയാ, അതുകൊണ്ട് പെണ്ണേ, നീ മതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലുമെന്നാ. നിന്നെ എനിക്ക് വേണ്ട പെണ്ണ്, നിന്നെ എനിക്ക് വേണ്ട, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ, അല്ലാഹുവേ, എന്റെ ഉളിയത്ത പെങ്ങള് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും, നിങ്ങൾ എന്നെ അവഗണിച്ചാലും, നിങ്ങൾ എന്നെ ഒഴിവാക്കിയാലും അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വ ഇസ്ലാമു ദീനി, എനിക്ക് എന്റെ ദീനില്ലാതെ ഒന്നും വേണ്ട, എന്റെ ഹബീബില്ലാതെ
ഒന്നും വേണ്ട, എന്റെ പരിശുദ്ധമായ മുത്ത് ഹബീബില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ അചഞ്ചലമായ വിശ്വാസത്തോടെ ദീനിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, കഴിയോ നമുക്ക് കുറച്ച് സമ്പത്ത് വന്നാ, 2 നില വീട് വന്നാ, പോക്കറ്റിൽ കുറച്ച് നാണയത്തുട്ടുകളെ കടന്നു വന്നാ, ഒരു നല്ല വാഹനമെടുത്ത, പിന്നെ പടച്ചവന്റെ പള്ളിയോട് നമുക്ക് അലർജിയാണല്ലോ, അള്ളാന്റെ ദീനിന് നമുക്ക് കുറച്ചിലാണല്ലോ, അള്ളാന്റെ ഖുർആനിന് നമുക്ക് അലർജിയാണല്ലോ. ഇല്ല ഇല്ല, സാമ്പത്തിക നേട്ടം കടന്നു വരും, ദുനിയാവിന്റെ ആർഭാടങ്ങൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് പുറംകാലുകൊണ്ട് ചവിട്ടിയെറിയുന്നവരെ, മഹതിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ അള്ളാന്റെ സ്വർഗത്തിൽ കടന്നു പോകാൻ കാരണമായ പ്രവർത്തനം എന്തെന്നറിയോ? അത് അള്ളാന്റെ ദീനിലുള്ള വിശ്വാസമാ. ഇത് പറയുമ്പോ ഉളയത്തെ ചെറുപ്പക്കാരാ, അള്ളാഹു നിനക്ക് ആരോഗ്യം തന്നല്ലോ മോനെ, ആഫിയത്ത് തന്നല്ലോ ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ ഒന്ന് മനസ്സ് തുറന്നൊന്ന് കേൾക്കുമോനെ. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ആരാണ് മിസ്അബ് എന്നറിയോ? ആരാണ് മിസ്അബ് എന്നറിയണ്ടേ ചെറുപ്പക്കാരാ? വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചുപോയ സ്വഹാബിയാ. അല്ലാഹുവേ, ആയുസ്സിൽ ഒരിക്കലെങ്ങാനും ധരിച്ച വസ്ത്രമുണ്ടല്ലോ, ഈ 2025 മെയ് മാസം 2-ാം തീയതി മിസ്അബ് തങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ അന്ന് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, പിന്നെ ആയുസ്സിൽ ആ ഉടുപ്പ് ധരിക്കൂല. ഒരുടുപ്പ് ആയുസ് ഒരിക്കൽ മാത്രമേ ധരിക്കൂ. മാത്രമല്ല, മഹാനായ മിസ്അബ് തങ്ങൾ അടിക്കുന്ന അത്തറുണ്ടല്ലോ, സുഗന്ധമുണ്ടല്ലോ, കിലോമീറ്ററുകളോളം അകലത്തിൽ അടിച്ചു വീശുമെന്ന അത്രമാത്ര സമ്പന്നതയുടെ കൊടുമുടിയിലാണ് മിസ്അബ് തങ്ങൾ ജനിച്ചു വീഴുന്നത്. അങ്ങനെ ജനിക്കുമ്പോ വളരുക, ഒരു യുവാവായി ജീവിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തുൽ തൗഹീദുമായി കടന്നു വരുന്നത്. മിസ്അബ് തങ്ങൾ കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാ. വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. മഹാനായ മിസ്അബ് തങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, മക്കയുടെ കോടീശ്വരിയാ, ലക്ഷോപലക്ഷം ആസ്തിയുള്ള സ്ത്രീയാണ്. അത് മാത്രമല്ല, ഒരുപാട് ജോലിക്കാരുള്ള, ഈത്തപ്പനത്തോട്ടങ്ങളുള്ള, അടിമകളുള്ള വലിയ കോടീശ്വരിയാ. മഹാനായ മിസ്അബ് തങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, ഉമ്മ ചോദിച്ചു, മിസ്അബേ, ഇസ്ലാം എന്ന മതത്തിലേക്ക് നീ കടന്നുപോയി എന്ന് ഞങ്ങൾ കേട്ടല്ലോ, അത് അബദ്ധമായി ഞാൻ കണക്കാക്കുകയാ, മടങ്ങി വരാൻ മനസ്സുണ്ടോ മിസ്അബേ? മിസ്അബ് തങ്ങൾ പറയുന്നു, ഇല്ല 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 ഉമ്മ, നിങ്ങൾ എന്നോടൊന്നും തോന്നല്ല, അള്ളാന്റെ മതത്തിൽ നിന്ന് ഞാൻ മാറൂല. ഉമ്മ പറയുന്നു, മിസ്അബേ, നീ ഇസ്ലാമിൽ നിന്ന് കടന്നു വന്നില്ലെങ്കിൽ ഞാനൊരു ഭക്ഷണവും കഴിക്കൂല, പട്ടിണി കിടക്കുമോനെ എന്ന് പറയുമ്പോ മിസ്അബ് തങ്ങൾ പറയുന്നു, ഉമ്മ, ഒരു 100 ആയുസ് അല്ലാഹു നിങ്ങൾക്ക് തരികയാ, എന്നിട്ട് ഓരോ തവണ മരിക്കുന്നതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാ. എന്നാലും വല്ലാഹി 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 മിസ്അബ് തങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകൂല എന്ന് പറയുമ്പോ മിസ്അബ് തങ്ങളോട് ഉമ്മ പറയുന്നു, മോനെ മിസ്അബേ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? മക്കയുടെ കോടീശ്വരിയാ, എത്രയോ കോടിക്കണക്കിന് ദിനാറുകൾ എനിക്കുണ്ട്, എത്രയോ ആസ്തികൾ എനിക്കുണ്ട്, ഒരൊറ്റ രൂപ പോലും ഞാൻ നിനക്ക് തരൂലടാ, ഇസ്ലാമിൽ നിന്ന് മാറിയില്ലെങ്കിൽ. ഇത് പറയുമ്പോ ചെറുപ്പക്കാരാ, ഇന്നൊരൽപ്പം കള്ളിന് വേണ്ടി, ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിന് വേണ്ടി മാതാപിതാക്കളെ പുറംകാല കൊണ്ട് ചവിട്ടിയെറിയുന്ന യുവത്വമേ, ഇന്നലെ കണ്ട് ചിരിച്ചു കാണിച്ചവന്റെ കൂടെ 10 മാസം ചുമന്ന ഉമ്മയെ പുറംകാല കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് സമുദായത്തെ പറയിപ്പിക്കാൻ ഇറങ്ങിപ്പോകുന്ന ഈ ഒളയത്തിന്റെ പരിസരത്തുള്ള പെങ്ങളെ, നിന്നെപ്പോലെ തലച്ചോറുള്ള, നിന്നെപ്പോലെ മജ്ജയുള്ള, നിന്നെപ്പോലെ മാംസമുള്ള മഹാനായ മിസ്അബ് തങ്ങളുടെ ചരിത്രമൊന്ന് പഠിക്കുമോരെ. എന്തിനാണ് ചരിത്രം പഠിക്കുക? അത് ഗുണപാഠം ഉൾക്കൊള്ളാനാ. മിസ്അബ് തങ്ങൾ പറയും,
പറയുന്നു ഉമ്മ, നിങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന സമ്പത്ത് വലിച്ചു നീട്ടുകയാ, ഒന്ന് കണ്ണടക്കുവോ, നിങ്ങളൊന്ന് കണ്ണടക്കുവോ? മിസ്അബ് തങ്ങളെ മുന്നിൽ ഉമ്മ കണ്ണടക്കുമ്പോ മിസ്അബ് തങ്ങളെ ധരിച്ചിരുന്ന കുപ്പായം അഴിച്ചെടുക്കുകയാ, എന്നിട്ടൊരു ടേബിളിന്റെ മുകളിൽ വെക്കുകയാ, എന്നിട്ട് പറയുന്നു ഉമ്മ, ഞാൻ ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, അത് നിങ്ങൾ തന്ന സമ്പത്ത് കൊണ്ടാ, അതെനിക്ക് വേണ്ട ഉമ്മ. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ. ഉമ്മ, എനിക്കെന്റെ ദീൻ മതിയുമ്മ, എനിക്കെന്റെ ഹബീബ് മതിയുമ്മ, എനിക്കെന്റെ റസൂല് മതിയുമ്മ എന്ന് മിസ്അബ് തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുമ്പോ കുറച്ച് സാമ്പത്തിക ശേഷി കടന്നു വരുമ്പോ അള്ളാനെ മറക്കുന്ന യുവത്വമേ, അള്ളാനെ മറക്കുന്ന മുസ്ലിമേ, എവിടെയാ നമുക്ക് വിശ്വാസത്തിന്റെ മാധുര്യമുള്ളത്? എവിടെയാ നമ്മുടെ കൽബിൽ ഈമാനുള്ളത്? ദിനം 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പുറംകാല കൊണ്ട് ചവിട്ടിയെറിഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ ആർഭാടത്തോടെ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുമ്പോ ചിന്തിക്കണേ വാപ്പാ, അസ്റായീല് കടന്നു വരൂലേ? മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ കടന്നു പോകാൻ കാരണമായ പ്രവർത്തനം എന്തെന്നറിയോ? ഒന്നാമത്തെ സ്വഭാവ ഗുണം അചഞ്ചലമായ ഈമാന, അചഞ്ചലമായ വിശ്വാസമാ. ഒരൊറ്റ വഖത്ത് പോലും മുടങ്ങാതെ കൃത്യമായി നമസ്കരിക്കുന്ന മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഈമാൻ നമുക്കുണ്ടോ? അതിന്റെ 100-ൽ അംശം നമുക്കുണ്ടോ വാപ്പാ? എവിടെയാണ് നമുക്ക് ഈമാനുള്ളത്? ഇന്ന് എത്ര പേരാ സുബഹി നമസ്കരിച്ചത്? നമ്മിൽ എത്ര പേരാ ളുഹർ നമസ്കരിച്ചത്? നമ്മിൽ എത്ര പേരാ അസ്ർ നമസ്കരിച്ചത്? എത്ര പേരാ മഗ്രിബ് നമസ്കരിച്ചത്? ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ഈ വളയത്തിന്റെ ചരിത്രം എന്നെക്കാളും നിങ്ങൾക്കറിയുമല്ലോ. 2 നില വീട്ടിൽ താമസിച്ചവരെവിടെ? നല്ല വാഹനത്തിൽ കറങ്ങിയവരെവിടെ? ഉടയാത്ത വസ്ത്രം ധരിച്ചവരെവിടെ? അവരൊക്കെ ഇന്ന് 6 അടി മണ്ണിലാണ്. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ, ആഴം കബറിലല്ലേ. ജല്ല ജലാലമല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ലാ, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ഒരുപാട് അമ്പിയാക്കന്മാര് വന്നുപോയോ, ഒരുപാട് ഔലിയാക്കന്മാര് വന്നുപോയോ, ഒരുപാട് സ്വാലിഹീങ്ങൾ വന്നുപോയ ദുനിയാവാ വാപ്പാ. കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന ചിന്ത നമുക്കുണ്ടോ? ഇല്ല, ഇല്ല. എപ്പോഴാണ് അസ്റായീൽ കടന്നു വരികയെന്നറിയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഈ ഉളയം ഉറൂസിന്റെ ഇൽമിന്റെ സദസ്സില് പർവ്വത സമാനമായ പ്രതിഫലം അല്ലാഹു വാരിക്കോരുന്ന സദസ്സാ. പരിശുദ്ധമായ ദുൽഖഅദിന്റെ പുണ്യമായ രാവിരവുകളാ. ആയിരക്കണക്കാന മാലാഖമാരുടെ സാന്നിധ്യം അരുളുന്ന സദസ്സാ. ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കണം വാപ്പാ, ഇവിടെ ഇടുന്ന മനസ്സിലൊരു തീരുമാനമെടുക്കണം ഉമ്മ. അല്ലാഹുവേ, നീ എത്ര ആർഭാടം തന്നാലും, നീ എത്ര ഉന്നമനം തന്നാലും, അല്ലാഹുവേ നിന്റെ ദീനിന്റെ വിധിവിലക്കുകള്, അല്ലാഹുവേ നിന്റെ ദീനിൽ നിന്ന് ഞാൻ വ്യതിചലിക്കൂല അല്ലാ. ഒരൊറ്റ വഖത്ത് പോലും ഞാൻ മുടക്കൂല അല്ലാ. നിന്നെ മതിമറന്നൊരു ജീവിതം ഞാൻ ജീവിക്കൂല എന്നൊരു തീരുമാനമെടുക്കുക. അല്ലാഹുവേ, ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹയുടെ ഈമാന്റെ പകുതിയെങ്കിലും നല്ല 100-ൽ ഒരു അംശമെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? അല്ലാഹുവേ, അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഈ ഉളയത്തിന്റെ പരിസരത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാപ്പമാര് ചിന്തിക്കുകയാ, ഇൻഷാ അല്ലാഹ് ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് മനസ്സിൽ വല്ലാത്ത ഭയപ്പാട് കടന്നു വരിക. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ മരിച്ചിട്ടില്ലേ? നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ മരിച്ചിട്ടില്ലേ? 2-3 ദിവസം മുമ്പല്ലേ കാസർഗോഡ് ജില്ലയില് വിദ്യാനഗറിന്റെ പരിസരത്ത് 8 വയസ്സുള്ള അല്ലാഹുവേ ഹുസൈൻ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ ഉമ്മജബാ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ആ ചക്കയുടെ പിച്ചാത്തിയിലേക്ക് കത്തിയിലേക്ക് കാല് വഴുതി വീണുപോയ 8 വയസ്സുകാരൻ ദാരുണാന്ത്യം വരിച്ചത് നമ്മുടെ പരിസരത്താണല്ലോ. 8 വയസ്സല്ലേ പ്രായമായിട്ടുള്ളൂ.
ഉള്ളൂ. ഉമ്മാന്റെ മുന്നിലല്ലേ പൊന്നുമോനെ കഴുത്തറ്റ് പിടഞ്ഞു വീണത്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സഹനത കൊടുക്കണേ അല്ലാ, നീ ക്ഷമ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും മക്കളുണ്ട് റബ്ബേ, ഞങ്ങൾക്കും ചെറുമക്കളുണ്ട്, പേരക്കിടാങ്ങളുണ്ട്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അതുകൊണ്ട് വാപ്പമാര് ഇന്ന് മുതൽ തീരുമാനമെടുക്കുകയാണ്. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗത്തിൽ കടന്നുപോയ ഒന്നാമത്തെ സ്വഭാവ ഗുണം അചഞ്ചലമായ ഈമാനാണെങ്കിൽ, വിശ്വാസമാണെങ്കിൽ, അത് നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവന്ന അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, ഈ ഉളയത്തിന്റെ പരിസരത്ത് ഇന്ന് മുതൽ ഉമ്മമാര് തീരുമാനമെടുക്കുകയാ, വാപ്പമാര് തീരുമാനമെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ പോയ സ്വർഗ്ഗത്തിൽ എനിക്കും പോകണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ മനസ്സുവെച്ച നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. കടന്നു വരുമ്പോ മരണവേദന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. കടന്നു വരുമ്പോ അല്ലാഹുവേ, മുത്തുനബി തങ്ങൾ പോലും പറഞ്ഞില്ല, ആയിഷ ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. ഇതാരാ വാപ്പാ പറഞ്ഞത്? എന്നെയും നിങ്ങളെയും പോലെയുള്ളവരല്ല, ലോകത്തിനെ തന്നെ പടക്കാൻ കാരണക്കാരനായ, തമാശക്ക് പോലും ഒരു കളവ് പറയാത്ത, ജീവിതത്തിൽ ഒരു ഹറാമിനെ പറ്റി പോലും ചിന്തിക്കാത്ത മുത്തുനബി തങ്ങൾക്ക് മരണവേദന സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ? ആ സമയത്ത് ഉളയത്തിന്റെ വീടിനകത്തളത്ത് മരണവെപ്രാളത്തിൽ കിടക്കുമ്പോ നമ്മൾ നിലവിളിക്കുമ്പോ അസ്റായീൽ പറയുന്നൊരു വാക്കുണ്ട്. ഉളയത്തിന്റെ വാപ്പയോട് ആരാ പറഞ്ഞു തരുന്നത്? ഉമ്മമാരോട് ആരാ പറഞ്ഞു തരുന്നത് എന്നറിയോ? അസ്റായീൽ പറയുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവേ, ഖുർആൻ പറയുന്നു, വാപ്പാ അല്ലാ തഖാഫു വലാ തഹ്സനു, അല്ലാ തഖാഫു വലാ തഹ്സനു. ഉളയത്തെ വാപ്പാ, നിങ്ങൾ കരയാനുള്ളവരല്ല. ഉമ്മമാരെ, നിങ്ങൾ ാനുള്ളവരല്ല. പിന്നെയോ വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം കണ്ടു മരിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു ഭാഗ്യം തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ മുത്തനബി തങ്ങൾ പറയുന്നു, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആലയുടെ കൽബിലുണ്ടായിരുന്ന ഈമാന്റെ ഒരു അണുമണി തൂക്കം നമ്മുടെ കൽബിലുണ്ടോ? നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് അങ്ങനെ പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്ത് വേണം? കൽബിൽ ഈമാൻ ഉണ്ടാകണം, കൃത്യമായി നമ്മൾ നമസ്കരിക്കുന്നവരാകണം. അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തങ്ങൾ പറയുന്നു, നബിയെ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സ്വഭാവ ഗുണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ സ്വഭാവ ഗുണത്തിൽ പെട്ടതാണ്, ഈമാനിൽ പെട്ടതായിരുന്നു, ബാങ്കിന് മുമ്പ് നിസ്കാരത്തെ പ്രതീക്ഷിക്കാം. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കൂലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ പരിശുദ്ധമായ നിസ്കാരപ്പായയിൽ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്വഭാവം മഹദിക്കുണ്ടായിരുന്നതായി എനിക്കറിയാമെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ നബിതങ്ങൾ പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ നബിതങ്ങൾ പറഞ്ഞു, ആ ഒരു സ്വഭാവ ഗുണം ഈ ഉളയത്തുള്ള വാപ്പമാർക്കുണ്ടെങ്കിൽ, ഈ ഉളയത്തുള്ള ഉമ്മമാർക്കുണ്ടെങ്കിൽ, ബാങ്കിന് മുമ്പ് നമസ്കാരത്തെ പ്രതീക്ഷിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മഗ്രിബിന് നമ്മൾ മഗ്രിബിന് പള്ളിയിൽ എന്ത് ചെയ്യും? ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ വരൂലേ? 10 മിനിറ്റ് മുമ്പ് നമ്മൾ വരും. അതുപോലെ ചിലപ്പോൾ ഇഷാക്ക് നമ്മൾ മഗ്രിബ് കഴിഞ്ഞാൽ ഇഷാ വരെ ഇവിടെ ഉണ്ടാവും. സുബൈക്കില്ല, ളുഹറിനില്ല, അസറിനില്ല. തോന്നുമ്പം പോരാ, 5 വഖത്ത് നമസ്കാരത്തിന് ബാങ്കിന് ഒരു 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വാപ്പമാരെ ബാങ്കിനെ പ്രതീക്ഷിച്ചിരുന്നാൽ മരണവേദന അറിയില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് ആ നിസ്കാരപ്പയിലേക്കൊന്നിരുന്നാൽ, സുബൈക്ക് നമ്മൾ എന്തായാലും എഴുന്നേക്കും, ആ സുബൈക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മളൊന്ന് എഴുന്നേൽക്കണം.
ഒരു നിസ്കാരമുണ്ട്, തഹജ്ജുദ് എന്നാണ് അതിന്റെ പേര്. അറിയോ? കേട്ടിട്ടുണ്ടോ? സുബയുടെ വാങ്ക് കേൾക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, സുബയുടെ വാങ്ക് കേൾക്കാറുണ്ടോ? ആകെ സുബയുടെ വാങ്ക് എപ്പോഴാ കേൾക്കണേ? റമളാനിലാണ്. ഹൈക്കമാൻഡുമായി പിടിപാടുള്ള സമയമാണ്. കേന്ദ്ര ഗവൺമെന്റുമായി ഏറ്റവും കൂടുതൽ പിടിപാട് വരുന്ന സമയമാണ് സുബയുടെ സമയം, അല്ലേ? ഇപ്പൊ തണുപ്പ് സീസൺ ഉണ്ടായിട്ട് പിന്നെ പറയാനും വേണ്ട. പള്ളിയിലും മദ്രസയിലൊക്കെ പോകണമെങ്കിൽ പിന്നെ മദ്രസ തുറന്നതുകൊണ്ട് നമ്മളൊരു അലാറം കേട്ട് എണീക്കണേ. വാപ്പന്മാരിങ്ങനെ കിടക്കും. രാവിലെ 6:30 മണിക്കാണ് മദ്രസ. 6:30 മണിക്കാണ് മദ്രസ. ആ മദ്രസയിൽ ഉമ്മമാര് ഒരു 6:25 അലാറം വെക്കും. 6:30 മദ്രസയ്ക്ക് 6:25 അലാറം വെച്ചിട്ട് എഴുന്നേക്കൂല. കിടന്നിങ്ങനെ തപ്പും, പടച്ചാൻ ഇവിടെ ഒരു സാധനം കിടന്നല്ലോ, അപ്പൊ എവിടെയാ നമ്മുടെ മക്കളെ? നമ്മുടെ ഉമ്മ തട്ടി എഴുന്നേക്കടാ, പള്ളി പോടാ, ഓത്തുപള്ളി പോടാ, എഴുന്നേക്കടാ. ഇതാണ് അലാറം. ആ ഉമ്മ നേരത്തെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി മക്കളെ തട്ടി എഴുന്നേപ്പിക്കണം. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? സുബയുടെ വാങ്ങ് നമ്മൾ പലരും കേൾക്കാറ്. ഇവിടെ പറയണം, ഉസ്താദേ കച്ചവടമൊക്കെ പോക്ക, നിങ്ങളൊന്ന് ദുആ ഇറക്കണം കേട്ടാ, ബറക്കത്തില്ല. എന്തേ ബറക്കത്തില്ലാത്ത? സുബയുടെ സമയം ബറക്കത്തിറങ്ങണ സമയം. അപ്പോഴും നമ്മൾ ഉറങ്ങാം, അല്ലേ? ഈ പരിസരത്ത് അമ്പലമുണ്ടോ? അല്ലേ? ആ, അമ്പലമുണ്ട്. അവിടെ രാവിലെ നമുക്ക് കേൾക്കാം, കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ടമരശാർദുല കർത്തവ്യം ദൈവമാന്തിതം ഉദ്ദിഷ്ടോദിഷ്ട ഗരുഡധ്വജ കമലധ്വജ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു. ഇതിൽ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് ഇത്. പക്ഷെ അസ്സലാത്ത് ഖൈറൻ മിനന്ന ഒന്ന് തൊണ്ട പൊട്ടി മുഅദ്ദിൻ ഉസ്താദ് വിളിക്കുമ്പോൾ അത് ഖത്തീബ് ഉസ്താദ് മുഅദ്ദിൻ ഉസ്താദ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എന്തിനാ? ഒരൊറ്റ ഉറക്കാണ്. നമ്മൾ സുബഹി കേൾക്കൂല. മഗ്രിബിന്റെ സമയത്തോ നമുക്കൊരു തലമുറയുണ്ടായിരുന്നു. മഗ്രിബിന്റെ സമയമാകുമ്പോൾ വല്യുപ്പന്മാർ വിളിക്കടാ, മഗ്രിബിന്റെ സമയമായി വന്നേ, അങ്ങനല്ലേ? നമ്മളെ മുറ്റത്ത് വിളിച്ചിരുത്തി, അന്നത്തെ കോലായി വിളിച്ചിരുത്തി, അല്ലാ തീരോ പേരും തുതിയും സോലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാവർ ഇളയാണോവർ. ഇത് പാടി തന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എത്ര മക്കൾക്ക് ഇതറിയാം? എത്ര മക്കൾക്ക് സ്വലാത്തുല്ല അറിയാം? ആകെ മക്കൾക്ക് ഇന്ന് കാടനും വേടന്റെ പാട്ടുകളൊക്കെ അറിയാവുള്ളൂ. ഉണ്ടാൻ പറ്റില്ല. മക്കൾക്ക് ആകെ അറിയാവുന്ന കാടനും വേടനും കരിമ്പുലിയൊക്കെയാ, അറിയില്ല. നശിച്ചു പോയി നമ്മുടെ സമുദായം. എങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളെ കണ്ടുപിടിക്കും. നല്ലവരാ ഹൈന്ദവ സഹോദരങ്ങൾ, വർഗീയതകളല്ല, നല്ല മുസ്ലിമിനെ സ്നേഹിക്കുന്ന, ഹൈന്ദവത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ ശ്രദ്ധിച്ചു നോക്കി. അവർ സന്ധ്യാസമയമാകുമ്പോൾ തുളസിത്തറയിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വഭാവ ഗുണങ്ങളാണ്. അവരിങ്ങനെ സന്ധ്യാസമയത്ത് സന്ധ്യാദീപം കൊളുത്തിയിട്ട് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം കൃത്യമായി ചൊല്ലും. നമ്മൾ ആ സമയത്ത് തോണ്ടുക. നമ്മൾ ആ സമയത്ത് പണ്ടത്തെ വല്യമ്മമാര് വെറ്റയിൽ ചിണ്ണാമ്പ് തേക്കുമ്പോൾ തോണ്ടി എറിയാണ്. സമയമില്ല നമുക്ക്. പാപ്പ മരിക്കാൻ കിടന്നാൽ റീൽസിനാ നമുക്ക് ഓട്ടം. പള്ളിയിൽ വെള്ളിയാഴ്ച ഉസ്താദ് മോദിൻ ഉസ്താദ് വാളെടുക്കുന്നവരെ കാത്തു നിൽക്കും. അപ്പോഴും വെളിയിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ഉസ്താദ് 4 ഖലീഫമാര് പേര് പറയുന്നുണ്ടോ എന്ന് ഇങ്ങനെ കേട്ടു വെക്കും. അത് പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? അബൂബക്കർ തങ്ങളെ പേര് വിളിക്കുമ്പോൾ ഫോൺ ഒറ്റ ഓട്ടാണ്, അതുവരെ പള്ളിയിലെ മുറ്റത്തുണ്ടാകും, കേറൂല, തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം വരെ. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഖുതുബത്ത്, രണ്ടാമത്തെ ഖുതുബത്ത്, ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല കേട്ടോ, രണ്ടാമത്തെ ഖുതുബത്ത് തീരാറായി എന്ന് കേൾക്കുമ്പോൾ ഓടി വന്ന തവള വെള്ളത്തിൽ ചാടുമ്പോൾ ഒരൊറ്റ ചാട്ടാണ് ഹൗദിൽ. കൈ നനഞ്ഞെങ്കിലായി, തല നനഞ്ഞെങ്കിലായി, നേരെ വരാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തന്നില്ലേ? നമ്മുടെ ഈമാൻ എവിടെ? ചിന്തിക്ക്. നബി തങ്ങൾ പറഞ്ഞു, സയഅതി സമാനുന ലാ ഉമ്മത്തി, അവസാനം ഒരു സമുദായം കടന്നു വരും. നബി തങ്ങൾ പറഞ്ഞു, അവർ അള്ളാഹിനെ മറന്നു പോകുന്ന ഒരു സമുദായമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, പടച്ചവനെ മറക്കുന്ന ഒരു സമുദായം വരുമോ? നബി തങ്ങൾ പറഞ്ഞു, കടന്നു വരും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആ സമുദായത്തിൽ 2 പരീക്ഷണങ്ങളെ അള്ളാഹ് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചോ? 14 മുമ്പ് മദീന പള്ളിയിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു, അള്ളാനെ മറന്നു പോകുന്ന ഒരു സമുദായം കടന്നു വരും. ആ സമുദായം കടന്നു വന്നാൽ 2 പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് അവരല്ലാഹു വലിച്ചെറിയപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ പരീക്ഷണം, മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ടുള്ള പരീക്ഷിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്ന് 10 പേരിൽ ഒരു ക്യാൻസർ രോഗികളാണ്. ഈ ഒളയത്തിന്റെ പരിസരത്ത് പരിശോധിച്ച് നോക്കിയേ. പണ്ടൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പേടിയാ. ഇന്ന് 10 പേരിൽ ഒരാൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെടാണ്, മരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നു. ശാസ്ത്രം ചൊവ്വയിലും ചന്ദ്രനിലൊക്കെ പോയി താമസിക്കാണ്, മരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നില്ല. എത്രയോ രോഗികളാണ് ക്യാൻസർ ബാധിച്ച് മരണപ്പെടുക. അള്ളാഹു മരിക്കുന്നത് വരെ ക്യാൻസർ എന്ന രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എത്രയോ രോഗികൾ രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമതും മരുന്നില്ലാത്ത രോഗമാണ് എങ്കിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു, 2 അവരെ ഭയപ്പെടുത്തുന്ന, അവർക്ക് വിഷമമുണ്ടാക്കുന്ന അധികാരികളെ അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മളെ മര്യാദ പഠിപ്പിക്കുന്ന അധികാരികളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു രാജ്യത്തെ കാക്കുമാറാകട്ടെ, വർഗീയതകൾ തൊട്ട് അല്ലാഹു നമുക്ക് കാക്കുമാറാകട്ടെ. പ്രശ്നങ്ങളാണ് എവിടെയും അല്ലേ? ചിന്തിക്കേണ്ട പ്രിയം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ മടങ്ങണം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്കൊന്ന് മടങ്ങ് ബാപ്പാ. അല്ലാഹുവിന്റെ പള്ളികൾ നിറയട്ടെ. ഇന്ന് കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ NH വഴിയാകട്ടെ MC വഴിയാകട്ടെ നമ്മളൊന്ന് സഞ്ചരിച്ച എത്രയോ പള്ളികളാ. അവ AP സമസ്തയ്ക്ക് പള്ളികളുണ്ട്, സമസ്തയ്ക്ക് പള്ളികളുണ്ട്, സംസ്ഥാനക്ക് പള്ളികളുണ്ട്, എല്ലാ സംഘടനകൾക്കും ഇന്ന് പള്ളികളാ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന് സംഘടനകൾ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാ, ഐക്യം ഒരുമപ്പെടേണ്ട കാലമാ. അല്ലാഹുവേ, ഈ സമുദായത്തിന് ഈ ഐക്യം തരണയല്ല, ഈ സമുദായത്തിന് ഒരുമിക്കാൻ ഭാഗ്യം തരണയല്ല. പ്രിയമുള്ളവര്, കൊട്ടാര സമാനമായ പള്ളികൾ കാണാ, പക്ഷേ പള്ളിയിൽ നമസ്കരിക്കാ ഉസ്താദും മുഅദ്ദിനും ഉസ്താദും അല്ലാതെ മറ്റൊരാളില്ല. നമസ്കാരം ഇന്ന് പുറംകാല് കൊണ്ട് ചവിട്ടിയെറിയുകയാ. അല്ലാഹുവേ, നബി തങ്ങൾ പറയുന്ന സ്വഹാബ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്ന സ്വഭാവ ഗുണം എന്തെന്നറിയോ? എത്ര വലിയ നേട്ടങ്ങൾ കടന്നു വന്നാലും, എത്ര പരീക്ഷണങ്ങൾ കടന്നു വന്നാലും, എത്ര ബുദ്ധിമുട്ട് കടന്നു വന്നാലും അള്ളാനെ മറന്നിട്ടില്ല, അള്ളാന്റെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല. ഇതൊന്നാമത്തെ സ്വഭാവ ഗുണമാണെങ്കിൽ ഉപ്പമാരെ പഠിച്ചു വെക്കുക, ഇന്നു മുതൽ തീരുമാനമെടുക്കുകയാ. അല്ലാഹുവേ, ഇന്നലെ വരെ ജീവിച്ചത് ഞാൻ എങ്ങനെയാ? ഒരുപാട് ഹറാമ് കണ്ടു അല്ലാ, ഒരുപാട് ഹറാമ് കേട്ടു അല്ലാ, ഒരുപാട് നമസ്കാരം ഉപേക്ഷിച്ചു അല്ലാ. പടച്ചവനെ, ഞാനിതാ മടങ്ങുകയാ. തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹ്. പടച്ചവനെ, എപ്പ മരിച്ചാല് സ്വർഗം കണ്ട് മരിക്കണമല്ല എന്നാഗ്രഹം എനിക്കുണ്ട് റബ്ബേ. ഈ വളയത്തിന്റെ പരിസരത്തുള്ള ഉമ്മമാര് വാപ്പമാര് തീരുമാനമെടുക്കുക, അതിനല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, രണ്ടാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയോ? അവിടെയാണ് നമ്മുടെ ചർച്ചാ വിഷയം കടന്നു വരിക. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബ, മാ അകൽതു വഹദി ശൈആ. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല. അല്ലാഹുവേ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ തുകയില്ല, വകയില്ല. അരപ്പട്ടിണിക്കാരാ സ്വഹാബത്ത്, മുഴുപട്ടിണിക്കാരാ സ്വഹാബത്ത്. എന്നാലും ഭക്ഷണം കഴിച്ചാ അതിൽ നിന്നൊരംശം പാവപ്പെട്ടവന് കൊടുക്കുമായിരുന്നു എന്താ, സ്വതക്ക കൊടുക്കുമായിരുന്നു എന്താ, സക്കാത്ത് കൊടുക്കുമായിരുന്നു എന്താ. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് മരിക്കുമ്പോ ഒരു മനുഷ്യൻ കടന്നു വരികയോ, എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു അതിഥിയാണ് നബിയേ, എനിക്കെന്തെങ്കിലും ഭക്ഷണം കിട്ടണം നബിയേ, എനിക്കൊന്ന് താമസിക്കാൻ സൗകര്യം തരണം യാ റസൂലല്ലാഹ്. നബി തങ്ങൾ തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ദൂതരെ വിടുകയാ. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടോ? എല്ലായിടത്തും നിരാശയാ. ആരുടെ ചരിത്രമാണ് പറയുന്നത് വാപ്പാ? മദീനയുടെ രാജാവിന്റെ ചരിത്രമാ, ലോകത്തിന്റെ നായകന്റെ ചരിത്രമാ. വീട്ടിൽ ഒരാൾക്ക് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരാണെന്ന് ചോദിച്ച അത് ഫലസ്തീനിലെ ഗസയുടെ മക്കളല്ല. ആരെന്നറിയോ? ഗസയുടെ മക്കളുടെ നേതാവ്, നമ്മുടെ നേതാവ്, മദീനയുടെ മന്ദമാരുതനെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്ന ദിവസങ്ങൾക്ക് കണക്കില്ല. ഇന്നൊരു നേരം
നേരത്തെ ഭക്ഷണത്തിന് നമുക്കല്ലില്ലല്ലോ, അലട്ടലില്ലല്ലോ. നമ്മുടെ മക്കള് ദാരിദ്ര്യം അറിയുന്നില്ല, ഭക്ഷണത്തിന്റെ വില അറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമാവുകയാ. ചോദിക്കുന്ന സ്വഹാബ, ആരാണ് ഈ മനുഷ്യന് ഭക്ഷണം കൊടുക്കുക? ആരാണ് ഈ മനുഷ്യന് കിടക്ക കൊടുക്കുക? അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓരോരുത്തരോടും ഇത് ചോദിക്കുമ്പോ അല്ലാഹുവേ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമായി. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. നോക്കുമ്പോഴോ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പടിവാതിക്കൽ കാത്തു നിൽക്കുകയാ. കൂടെ ഒരാളുണ്ട് എന്നറിഞ്ഞപ്പോ വാതിലിന്റെ പുറകിലേക്ക് മാറി നിൽക്കുകയാ. അതിഥിയെ കൊണ്ടുവന്ന് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇരുത്തുകയാ. എന്നിട്ട് അകത്തേക്ക് കയറുകയാ. എന്നിട്ട് പറയുന്നു, ഉമ്മു സുലൈമേ, അല്ലാഹുവിന്റെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ചോദിച്ചപ്പോ എന്റെ മനസ്സ് കൈ ഉയർത്താതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പറയുമ്പോ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ അല്ലാഹുവേ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, തങ്ങളെ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ആകെയുള്ളത് നമ്മുടെ മകന് വേണ്ടി ഉണ്ടാക്കിയ ചില ഭക്ഷണങ്ങളാ. നമ്മുടെ മകനാകുന്ന അനസ് റളിയല്ലാഹു അൻഹുയിൽ ഒന്നല്ല രണ്ടല്ല 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ മക്കളിൽ നിന്ന് പട്ടിണി അറിയുന്നുണ്ടോ? നമ്മുടെ മക്കളിൽ നിന്ന് വിശപ്പറിയുന്നുണ്ടോ? രാവിലെ ഇഷ്ടമുള്ള ഭക്ഷണമാ, വൈകുന്നേരം വാരിക്കോരി കഴിക്കാൻ ഭക്ഷണമാ, രാത്രിയും ഭക്ഷണമാ. നമ്മുടെ വീടിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എത്രയോ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. കണക്കുണ്ട് വാപ്പാ, പെങ്ങള്. അതിനൊക്കെ നാളെ പടച്ചവന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മകനെ തട്ടി വിളിക്കുകയാ. അനസ് തങ്ങളെ വിളിക്കുകയാണ്, മോനെ, വാപ്പ ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാ. ഇവിടെ ആകെയുള്ളത് നിനക്കുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് 1-2 ദിവസമായി നീ ഭക്ഷണം കഴിച്ചിട്ടെന്നറിയാ. എന്നാലും വാപ്പാന്റെ അതിഥിയം ഈ നാണം കെടുത്തല്ല. ഉമ്മയൊരു കാര്യം പറയാ, മനസ്സ് തുറന്നൊന്ന് കേൾക്കുവാപ്പാ. സ്വർഗത്തിൽ ആദ്യമായി കേട്ട ചവിട്ടടിയുടെ ഉടമയായ മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാ. മഹദി മകനോട് പറയുന്നു, മോനെ, ഉള്ള ഭക്ഷണം ഞാൻ വിളമ്പുകയാ. നീയും വാപ്പായും അതിഥിയും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുക. പാത്രത്തിലേക്ക് നിങ്ങൾ കൈയിടുമ്പോ നിന്റെ കാലുകൊണ്ടാ വിളക്കൊന്ന് തട്ടിക്കമഴ്ത്തുവോ? അങ്ങനെ വീടാകെ ഇരുട്ടാകുമല്ലോ. ഇരുട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒന്ന് അഭിനയിക്കുവോ? അല്ലാഹുവേ, അതിഥി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഉമ്മ വിളക്ക് തെളിയിക്ക. 1 2 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ വിശന്ന് തളർന്ന് കിടന്നുറങ്ങുന്നൊരു മകനോട് ഒരു ഉമ്മ പറയുമ്പോ, നമ്മുടെ വീട്ടിലും മക്കളുണ്ടല്ലോ, രാവിലത്തെ മകൻ ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിയാൽ വീട്ടിൽ പിന്നെ വല്ലാത്ത ബഹളമാണല്ലോ. ഉച്ചക്കത്തെ ചോറിനോടൊപ്പം മകൻ ഇഷ്ടമില്ലാത്ത കറിയാണ് ഉണ്ടാക്കിയതെങ്കിൽ അവിടെ വല്ലാത്ത പ്രശ്നമാണല്ലോ. വൈകുന്നേരം വാപ്പാന്റെ ഭക്ഷണത്തിന്റെ കൂടെ വാപ്പ പറഞ്ഞ കറിയില്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വഴക്കുണ്ടാക്കൂലേ? ഇതാരുടെ ചരിത്രമാ? നമുക്ക് മുന്നേ നടന്നുപോയ മഹാന്മാരുടെ ചരിത്രമാ. അവര് പോകുന്ന ഉമ്മു സുലൈം പോയ, അബൂ ത്വൽഹ പോയ, അനസ് തങ്ങൾ പോയ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവര് പോയ സ്വർഗത്തിലാണ് ഒളയത്തെ വാപ്പാക്ക് പോകാനുള്ളത്, ഒളയത്തെ ഉമ്മമാർക്ക് പോകാനുള്ളത്. പ്രിയമുള്ളവരെ, ഭക്ഷണം വിളമ്പുകയാ. ഉമ്മ പറഞ്ഞതുപോലെ അനസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോ ഇരുട്ടാക്കുകയാ. അതിഥിയതാ ഭക്ഷണം കഴിച്ചു. പിറ്റന്ന സുബഹിന്റെ ബാങ്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളി മിനാരത്തിൽ നിന്ന് മുഴങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിപ്പിക്കുകയാ അബൂ ത്വൽഹയെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ത്വൽഹ, നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തിരിക്കുകയാ. അല്ലാഹുവിന്റെ അർശ്
പോലും വിറച്ചിരിക്കുകയാ, അള്ളാഹു വല്ലാത്ത സന്തോഷമായിരിക്കുകയാ എന്ന് പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു തന്ന സമ്പത്തുണ്ടല്ലോ, അത് പാവപ്പെട്ടവർക്കുള്ള വിഹിതമാ, അത് നമ്മുടെ ഔദാര്യമല്ല, അത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാ. അള്ളാഹുവേ, നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തെന്ന് അഹങ്കരിക്കല്ലേ, ഇത് ഞാനുണ്ടാക്കിയ സമ്പത്താണല്ലോ, എൻ്റെ അധ്വാനമാണല്ലോ എന്ന് നമ്മൾ പറയല്ലേ വാപ്പാ. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന അമാനത്താ, നമ്മുടെ സൂക്ഷിപ്പ് സ്വത്താ. നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, അത് നരകത്തിന്റെ വിറക് കൊള്ളിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയാണ്, നിങ്ങളുടെ സമ്പത്ത് അത് അല്ലാഹ് നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്, നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പറയും, എൻ്റെ സമ്പത്താണ് ഉസ്താദെ, ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കിടന്നുണ്ടാക്കിയ സമ്പത്താ, അതെങ്ങനെ എഡിറ്റിംഗാണെങ്കിൽ കൊടുക്കുക, എങ്ങനെയാണ് പള്ളി കൊടുക്കുക? പറ്റൂല. വിയർപ്പൻ്റെ അധ്വാനം അറിഞ്ഞവരാ. ആരാ തന്നത്? അള്ളയാണ് സമ്പത്ത് തന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വആതൂഹു മിൻ മാലില്ലാഹില്ലദി ആതാക്കും. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അധ്വാനിച്ചതല്ല, അത് അള്ളാഹു തന്ന മുതൽക്കൂട്ടാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ച, സ്വഹാബ, നിങ്ങൾക്ക് ആയുസ്സിൽ ബറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ഉളയത്തുള്ള വാപ്പമാരെ, നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മരുന്ന് നിങ്ങൾ കഴിക്കണ്ട, ഒരു മരുന്ന് നിങ്ങൾ കഴിക്കേണ്ട, ഒരൊറ്റ മരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആയുസ്സിൽ ബറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ 50-60 കൊല്ലം ജീവിച്ചിട്ട് കാര്യമില്ല. ആ ജീവിക്കുന്ന സമയം അള്ളാഹിന് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. വെറുതെ 80 കൊല്ലം ജീവിച്ചു, ഒരൊറ്റ വഖത്ത് നിസ്കരിച്ചിട്ടില്ല, എന്താ കാര്യം? 50 കൊല്ലം ജീവിച്ചിരുന്നോളൂ, കൃത്യമായി നിസ്കരിച്ചു, അവിടെയാണ് ബറക്കത്ത്. നബി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ആഗ്രഹമുണ്ട്. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ ചരിത്രം പറഞ്ഞു തരിക. നമ്മുടെ സമ്പത്ത് അത് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാനുള്ള ഏറ്റവും വലിയ അഭികാമ്യമായ അള്ളാഹു നമ്മളിലേക്ക് തന്ന മുതൽ മുടക്കാണ്. അള്ളാഹു അങ്ങനെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഉള്ളപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കഴിയണം. ഞാനൊരു വലിയ പിരിവിന് വേണ്ടി ഇത് പറയുന്നൊന്നുമല്ല, വിഷയത്തിലേക്കൊന്ന് പോയി ഒന്ന് വിഷയങ്ങൾ പറഞ്ഞ് പരിസമാപ്തി കുറിക്കണം എന്ന ചിന്തയോടെ പറയുകയാണ്. അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കാനും നല്ലത് പകർത്താനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു കച്ചവടത്തിന് വേണ്ടി പോയപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ കോടീശ്വരനാണ്. നബിതങ്ങളുടെ അടുക്കലേക്ക് ആ കച്ചവടത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ അവസാന യാത്രയാ, ഇനി മടങ്ങി വരൂ. സുബ്ഹാനല്ലാഹ്. നബിതങ്ങളുടെ മുന്നിൽ ജിബിരിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഇനി മടങ്ങി വരൂല, ഇത് അവസാന യാത്രയാ, ഈ യാത്രയിൽ മഹാന്റെ വഫാത്ത് ഉണ്ടാകും. നബിതങ്ങൾക്ക് വലിയ സങ്കടമായി. നബിതങ്ങൾ പറഞ്ഞില്ല, നബിതങ്ങൾ ഒന്നും പറഞ്ഞില്ല, മനസ്സിൽ വല്ലാത്ത സങ്കടയോടെ ദുആ ചെയ്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മടങ്ങിപ്പോയി. ഇത്ര ദിവസമേ ഉണ്ടാകുള്ളൂ എന്നാ പറഞ്ഞേ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മടങ്ങി വന്നു മദീനയിലേക്ക്. നബി തങ്ങൾ അത്ഭുതമായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഏതാനും ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ എന്നാ. പക്ഷേ ഒരാപത്തുമില്ലാതെ, ഒരു അപകടവുമില്ലാതെ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ കടന്നു വന്നപ്പോൾ നബി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ, ഈ യാത്രയുടെ വിശേഷം എന്താ? ഒന്നും മനസ്സിൽ വെക്കണം, ഒന്നും തുറന്നു പറഞ്ഞില്ല. ചോദിച്ചു, നിന്റെ യാത്രയുടെ വിശേഷങ്ങൾ പറയും, എന്തെങ്കിലും സംഭവങ്ങൾ നടന്നോ? മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബ്, ഞാനും എന്റെ സുഹൃത്തുക്കളും ഇങ്ങനെ സഞ്ചരിക്കുകയാ. സഞ്ചരിച്ച് മരുഭൂമിയുടെ പരിസരത്തോട് സഞ്ചരിക്കുമ്പോ ഞങ്ങളിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം തീരുകയാ. ഞങ്ങൾക്ക് വിശപ്പ് വല്ലാതെ അനുഭവപ്പെടുകയാ. കുറച്ച് ധാന്യങ്ങൾ ഉണ്ടായിരുന്നു നബിയേ. കുറച്ചുകൂടി സഞ്ചരിച്ചപ്പോ നമ്മൾ സഞ്ചരിക്കുന്ന വീട്, യാത്രയുടെ തൊട്ടടുത്തൊരു വീട് കാണുകയോ. അവിടേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ പ്രായമുള്ളൊരു വല്യുമ്മയുണ്ടായിരുന്നു, ഒരു ഉമ്മാമയുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുത്ത് ഹബീബിന്റെ സ്വഹാബികളാ, യാത്രക്കാരാ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുകയാ. ഉമ്മ പറയുന്നു, മോനെ, ഇവിടെ ഭക്ഷണങ്ങളില്ല, ഞങ്ങൾ പട്ടിണിയാണ്, ഞങ്ങൾ ഇവിടെ പരിവട്ടത്തിൽ
അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്നു, ഉമ്മ, ഞങ്ങളുടെ കയ്യിൽ ധാന്യമുണ്ട്, അത് വെച്ച് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തന്നാ മതി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ധാന്യം കൊടുക്കുകയാ. അല്ലാഹുവേ, വേഗത്തിൽ തന്നെ ഭക്ഷണങ്ങൾ തയ്യാറാക്കി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്കുണ്ടാക്കിയത്? അത്ഭുതമാണല്ലോ. നിങ്ങളുടെ പ്രായം ഒരുപാട് അധികരിച്ച ഉമ്മയാണല്ലോ, ആരോഗ്യം അങ്ങനെ ചെയ്യാൻ മുതിരുന്നില്ല. ഉടൻ തന്നെ വീടിനകത്ത് നിന്ന ഉമ്മ പറയുന്നു, തങ്ങളെ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ വീട്ടിൽ 2 മക്കളുണ്ട്. ആ മക്കള് യതീമീങ്ങളാ, വിവാഹ പ്രായമെത്തിയ മക്കളാ, വിവാഹം കഴിപ്പിച്ചയക്കാനൊന്നുമില്ല. ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങൾ സമ്പത്തില്ലാത്തവരാ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിയുകയാ. എന്നിട്ട് കൂടെയുള്ള സ്വഹാബികളോട് ചോദിക്കുന്ന, സ്വഹാബ, ആരുണ്ട് ഈ മക്കളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളവരാരാ? അവർക്ക് എന്റെ കച്ചവട ലാഭത്തിൽ നിന്ന് ഞാൻ ഔദാര്യമായി തരുന്നതാ, ഞാൻ സമ്മാനമായി തരുന്നതാ. ചരിത്രത്തിൽ കാണാ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ കച്ചവട സംഘത്തിൽപ്പെട്ട 2 സ്വഹാബികളതാ വിവാഹം കഴിക്കുകയാ. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ സമ്പത്ത് കൊടുക്കുകയാ. ഇതങ്ങ് പറയുമ്പോ അല്ലാഹുവേ, വനാദാ മുനാദിൻ മിൻ ഖിബലിർ റഹ്മാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്ന മാലാഖ വിളിച്ചു പറയുന്ന, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ആ ഒരു സ്വഭാവ ഗുണമാണ് നബിയേ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിച്ചതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സമ്പത്ത് അത് അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എല്ലാം കൊടുത്തു. സമ്പത്ത് മാത്രമല്ല, സ്വന്തം മകനെ പോലും അള്ളാഹിന് വേണ്ടി ചിലവഴിച്ചു. അള്ളാന്റെ റസൂലിന് സമ്മാനമായി കൊടുത്തു. മുത്തനബി തങ്ങൾ മദീനയിലേക്ക് വന്നവരാണ്. എല്ലാവരും ഇങ്ങനെ കാത്തു നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്തിന് പവർ കുറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ, മണിമുത്ത് നൂറൊളിവേ മദ്ഹോദി ഞാൻ നിലാവേ, മാനസം ത്വയ്ബാവിൽ ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ, തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല, തങ്ങളെ ഞാനെന്ന് കാണും കാലമറിയില്ല, എന്നിൽ മോഹം മാത്രം തീർത്തിടാനായി ഏറെ ശിഫയില്ല. മദീനയുടെ മന്ദമാരുതനേ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ മിലാവേ നബി മുഹമ്മദ് മുസ്തഫ, കഷണം കഷണമായി മുറിക്കപ്പെട്ടാലും ഞങ്ങളുടെ ഹൃദയം ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രേമഭാജനമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സമ്പത്ത് അത് അള്ളാഹിന് വേണ്ടി ചെലവഴിക്കണം. അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടി, അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടി, അള്ളാഹിന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ ഉറപ്പായും നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചിന്തിക്കണം, ജീവിതത്തിൽ നമ്മുടെ സമ്പത്ത് അത് അള്ളാഹു നമുക്ക് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിർത്താറായ പ്രസംഗം നിർത്താറായ പറയും മനുഷ്യരെ, ഇല്ല, അള്ളാഹു ഇരിക്കുന്ന സമയം മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. നിർത്താറാമ പറയോ? എങ്കിൽ പറയൂലോ, എന്നാ പറച്ചിലുണ്ടാവില്ല ഉസ്താദ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഖിയാമത്ത് ആളൊരു കൂവെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സുബൈറ പറഞ്ഞാൽ നമ്മൾ ഇരിക്കും. അങ്ങനെയാണോ? സമയം കൂടി ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഇരുത്തവും പൊരുത്തവും എല്ലാം അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്ത് അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. 100%-ൽ 2.5% അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. അത് സ്വതക്കയായും സക്കാത്തായും നിർബന്ധമായും നമ്മൾ കൊടുത്തിരിക്കണം. നമ്മൾ കണക്കെടുക്കൂല. കണക്കെടുത്തേണ്ടി വന്നാലോ?
നമ്മൾ കൊടുക്കാൻ വലിയ പാടാണ് ഇല്ലേ? നബി തങ്ങൾ പറഞ്ഞു യക്റുഹു ഇബ്നു ആദം, ആദം സന്തതികൾക്ക് 2 കാര്യം വെറുപ്പാണ്. നബി തങ്ങൾ പറഞ്ഞു ആദം സന്തതികൾക്ക് 2 കാര്യം വെറുപ്പാണ്. തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബി ഏതൊക്കെയാ കാര്യങ്ങൾ? ഒന്ന് നബി തങ്ങൾ പറഞ്ഞു അൽ മൗത്ത്, മരിക്കാൻ ഒരാൾക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ നബി തങ്ങൾ പറഞ്ഞു ഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറഞ്ഞിരിക്കൽ ഒരാൾക്കും ഇഷ്ടമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇല്ലേ? ഒരു നില വീട്ടിൽ താമസിക്കുന്നവന് അപ്പുറത്തെ വീട്ടിൽ 2 നില വീട് വെച്ചാൽ എനിക്കെന്താ പാവാത്തെ? നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിൽ 2 നില വീട് വെക്കും ഇല്ലേ? അപ്പുറത്തെ വീട്ടിൽ 1 ലക്ഷം രൂപയുടെ മകളുടെ കല്യാണം നടത്തിയ നമ്മൾ വീട് പണയപ്പെടുത്തിയിട്ടാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ കല്യാണം നടത്തിയ എല്ലാവരും ഒന്ന് കാണട്ടെ അല്ലേ? നമ്മൾ ദുനിയാവിന് വേണ്ടി മത്സരമാണ്, ആഖിറത്തിന് വേണ്ടി മത്സരം ഇല്ല. ശരിയല്ല? മറ്റുള്ളവരെങ്ങനെയാണെന്ന് നമ്മൾ നോക്കുക, നമ്മുടെ കാര്യമല്ല നമ്മൾ നോക്കുക. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാൻ വലിയ എളുപ്പമാണ്, നമുക്കല്ലേ വലിയ സൗകര്യമാണ് ഇല്ലേ? നമ്മളിങ്ങനെ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വാപ്പായും ഉമ്മ ഇങ്ങനെ ഇരുന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഒരു കാറ് വന്നു നിന്നു. നമ്മൾ ചിന്തി, ഓ അവന് ഗൾഫിലാണല്ലോ പടച്ചു, നീ രാത്രി കാറിൽ വരാൻ ആരാപ്പാ അല്ലേ? നമുക്ക് ടെൻഷനാണ്. ആരാ വന്നത്? 100 കൂട്ടം ചിന്തകളാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് വരുന്നോ നമുക്ക് വലിയ ആഗ്രഹമാണ് അറിയാൻ. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, നോക്കാൻ നമുക്ക് സമയമില്ല. സമയമില്ല. മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു ഒന്നാണ്. പ്രിയമുള്ളവരാരും വരൂല, നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളൂ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാണ്. നമ്മുടെ ജീവിതത്തിൽ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. നബിതങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു. മുത്തനബി തങ്ങൾ മദീന കിടന്നപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. മക്കയുടെ നിലാവ് മദീനയിലേക്ക് വന്നപ്പോൾ മഹാനായ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ താമസിക്കുമ്പോൾ പലരും കടന്നു വന്ന സമ്മാനങ്ങൾ കൊടുത്തു. പക്ഷേ നമ്മുടെ സ്വർഗത്തിൽ ആദ്യമായി ചവിട്ടടി ശബ്ദം കേട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കയ്യിൽ കൊടുക്കാൻ സമ്പത്തില്ല, ഒന്നുമില്ല. അല്ലാഹുവേ, സ്വഹാബത്ത് കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് ഈത്തപ്പഴം കൊടുത്തവരുണ്ട്, വസ്ത്രം കൊടുത്തവരുണ്ട്, ഭൂമി കൊടുത്തവരുണ്ട്, സമ്പത്ത് കൊടുത്തവരുണ്ട്. ഓരോരുത്തരും ഓരോ സമ്മാനങ്ങള് മദീനയുടെ നായകന് കൊടുക്കുമ്പോ അല്ലാഹുവേ, തൂണിന്റെ പുറകിൽ ഒരാൾ ഒളിച്ചു നിൽക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, ആരാണ് ഒളിച്ചു നിൽക്കുക? ആ സമയത്ത് മറവിൽ നിന്നുകൊണ്ട് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ അന ഉമ്മു സുലൈം, ഞാൻ ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണാ. അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു പാവപ്പെട്ടവളാണ് നബിയേ, സമ്പത്തില്ല നബിയേ, ഒരു പൈസയുമില്ല നബിയേ, എല്ലാവരും ഒരുപാട് സമ്മാനങ്ങൾ തന്നതാ, എന്റെ മനസ്സു വല്ലാതെ വേദനിക്കുന്നു നബിയേ, ഞാനൊരു സമ്മാനവുമായിട്ടാണ് കടന്നു വന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ ആ സമ്മാനം ഒന്ന് വാങ്ങുവോ? ആ സമ്മാനം കണ്ട സ്വഹാബത്ത് ഞെട്ടിപ്പോയതാ. സമ്പത്ത് കൊടുത്തവര്, തോട്ടങ്ങൾ കൊടുത്തവര്, അല്ലാഹുവേ കൊടുത്തവരെല്ലാം അത്ഭുതപ്പെടുന്ന സമ്മാനം മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കൊടുത്തതാ. എന്തെന്നറിയോ? 10 മാസം ചുമന്ന, മരണതുല്യമായ വേദന സഹിച്ച സ്വന്തം മകനില്ലേ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് തങ്ങളാ ചെറുപ്രായമാ, ഉമ്മാക്ക് മകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. മുത്തനബി തങ്ങളോട് പറയുന്നു, നബിയേ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ മകനാണ് നബിയേ. ഭർത്താവില്ല നബിയേ, ആരുമില്ല നബിയേ, പൈസയില്ല നബിയേ, സമ്പത്തില്ല നബിയേ, എന്നാലും അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള എന്റെ പൊന്നുമോന ദീനിന് വേണ്ടി തരുന്നു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്കുള്ള സമ്മാനമാ. പെങ്ങളെ, നമ്മുടെ മക്കളെയൊന്ന് മുത്തഅല്ലിമായിട്ട് വിടാ, ആലിമാക്കാ, ആഫിലാക്കാ നമുക്കൊന്ന് മനസ്സുണ്ടോ? ഇല്ല. ഇന്ന് എത്ര വീട്ടിലാണ് മുത്തഅല്ലിമീങ്ങൾ ഉള്ളത്, എത്ര വീട്ടിലാണ് ഹാഫിലീങ്ങൾ ഉള്ളത്? ഞാനിന്ന് കാസർഗോഡ് നിന്നിങ്ങോട്ട് വാഹനത്തിൽ വരുമ്പോ കുമ്പളയിലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അബ്ദുർ റസാഖ് കുമ്പള എന്ന സഹോദരൻ, ആ കൂട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് എന്റെ പൊന്നു
പൊന്നുമോന് ഹിഫ്ള് പഠിക്കുകയാ. നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, ആ ഹിഫ്ളിലെ ബറക്കത്തുണ്ടാകാൻ ദുആ ചെയ്യണേ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് വല്ല ഈമാന്റെ വലിയ ഭാഗ്യമാണടോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മക്കളുണ്ടല്ലോ, യാസീനോദാൻ അറിയുന്ന മക്കളാണോ, നമസ്കരിക്കാൻ അറിയുന്ന മക്കളാണോ, ഖുർആൻ ഓതാൻ അറിയുന്ന മക്കളാണോ. നമ്മുടെ മക്കള് ഡോക്ടർ ആവണ്ട എന്നൊരു ഇസ്ലാമും പറയുന്നില്ല. നമ്മുടെ മക്കൾ എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടറാകട്ടെ, ആരുമാകട്ടെ. എന്നാലോ കുമ്പളയിലെ വാപ്പ മരണപ്പെട്ട് കിടക്കുമ്പോ, ഈ ഒളയത്തിലെ വാപ്പ മരണപ്പെട്ട് കിടക്കുമ്പോ, അല്ലാഹുവേ എനിക്ക് വേണ്ടി ചോരനീരാക്കിയ വാപ്പയാണല്ലോ ഈ കിടക്കുന്നത്, എന്നെ 10 മാസം ചുമന്ന ഉമ്മയാണല്ലോ ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫാത്തിഹ ഓതാൻ അറിയുന്ന, ഒരു യാസീൻ ഓതാൻ അറിയുന്ന, ഖുർആൻ ഓതാൻ അറിയുന്ന നമ്മുടെ മക്കള് വളർന്നു വരട്ടെ. അല്ലാഹുവേ, നമ്മുടെ ജനാസ ഒളയത്തിന്റെ പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ അസന്താരി ഉസ്താദ് ചോദിക്കൂലേ, ആരാണ് മയ്യത്ത് നമസ്കരിക്കാനുള്ളത്? ആരെങ്കിലും മയ്യത്ത് നമസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാനുണ്ടോ? ആ സമയത്ത് ആരോഗ്യമുള്ള, ഇസ്സത്തുള്ള, നിന്നെപ്പോലെ നിന്നെക്കാൾ വലുതായ നിന്റെ മകൻ 1-ാമത്തെ സഫിലുണ്ട്. ആ മകൻ പറയുന്നത് എന്താ? ഉസ്താദേ, നിങ്ങൾ നിസ്കരിച്ചോളിൻ, നിങ്ങൾ നിസ്കരിച്ചോളിൻ. പാപ്പാ, ഈ അടുത്ത് ഞാൻ കോട്ടയം ജില്ലയിലെ എരുമേരി എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം. ഹൈന്ദവ സഹോദരങ്ങൾ ഇന്ന് ശബരിമലയിലേക്ക് പോകുമ്പോ വാവര് പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ കയറുമല്ലോ. അവിടെ പള്ളിയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന പ്രായാധിക്യമുള്ള ഒരു മഹാമനീഷ എവിടെയുണ്ട്, ഒരു സ്വാത്വികനായ പണ്ഡിതന്. അല്ലാഹുവേ, ആ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉസ്താദുമായിട്ട് അല്പം സംസാരിക്കുകയാ. ഒരു പ്രഭാഷണത്തിന് പോകുന്ന വഴിയിൽ കയറിയപ്പോ സംസാരിച്ചതാണ്. ആ സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉസ്താദേ, എത്രയോ വർഷങ്ങളായി ഞാൻ പള്ളിയിൽ സേവനം ചെയ്യുകയാ, എത്രയോ വർഷങ്ങൾ ഞാൻ സേവനം ചെയ്യുകയാ. എന്നാലോ എത്രയോ ജനാസ ഞാൻ നമസ്കരിച്ചതാ, എത്രയോ മയ്യത്ത് ഞാൻ പൊതിഞ്ഞതാ. എന്നാലോ എൻ്റെ ആയുസ്സില് ഒരേ ഒരു മയ്യത്തെ ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ നമസ്കരിച്ചിട്ടുള്ളൂ. ഒരേ ഒരു ജനാസയെ കണ്ണുനീരോടെ ഞാൻ പൊതിഞ്ഞിട്ടുള്ളൂ. ഒരേ ഒരു ജനാസയെ കരഞ്ഞുകൊണ്ട് ഞാൻ ചുമന്നിട്ടുള്ളൂ. അതാരുടെ എന്നറിയോ? 10 മാസം എന്നെ ചുമന്ന, മരണതുല്യമായി എന്നെ പ്രസവിച്ച എന്റെ പൊന്നുമ്മാന്റെ മയ്യത്ത. ചങ്കൂറ്റമുണ്ടോ ചെറുപ്പക്കാരാ? നമ്മുടെ വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നമുക്കറിയോ? പെങ്ങളെ, നമ്മുടെ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നമുക്കറിയോ? നമ്മുടെ ഉമ്മാന്റെ മയ്യത്ത് നമസ്കരിക്കാൻ നമുക്കറിയോ? ചെറുപ്പക്കാരാ, വാപ്പാന്റെ മയ്യത്ത് പള്ളി കാട്ടിക്കൊണ്ടുവരുമ്പോ, ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ, എടാ, ഖബർ വെട്ടുന്നവരല്ല ഖബറിൽ ഇറങ്ങേണ്ടത് നീയാണ് മോനെ. നിനക്ക് വേണ്ടിയാണ് ഉമ്മ ജീവിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഉമ്മ മരണപ്പെട്ടത്, ആരോഗ്യം മൊത്തം ചിലവഴിച്ചത് നിനക്ക് വേണ്ടിയാ. അല്ലാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അതൊരു വല്ലാത്ത പൊരുത്തമാ. എന്റെ പ്രിയമുള്ളവര്, മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് കടന്നു വന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത സമ്മാനം സ്വന്തം മകനെ ദീനിന് വേണ്ടി, പടച്ചവന് വേണ്ടി കൊടുത്തു എന്നാണ്. അല്ലാഹു അങ്ങനെ ജീവിക്കാൻ ഭാഗ്യം തരട്ടെ. ഒന്ന് ചിന്തിച്ച്, പള്ളിയിൽ ജനാസ കൊണ്ടൊരു വാപ്പ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ, ഉസ്താദെ, ഞാൻ മരിച്ച എൻ്റെ മകൻ എനിക്ക് വേണ്ടി ഫാത്തിഹ ഓതും? ഉറപ്പുണ്ടോ വാപ്പ? ഉറപ്പുണ്ടോ? നമ്മുടെ മക്കൾ നിസ്കരിക്കോ? ഉറപ്പുണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല, ഒരു വാറന്റി ഇല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മരണപ്പെട്ടു, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, പല കണ്ടൊരു കാഴ്ചയാണ്. വാപ്പ മരണപ്പെട്ടു, ഉസ്താദ് പള്ളിയിൽ നിന്ന് ഉസ്താദ് വരും. ഓരോ നാട്ടിൽ ഓരോ ശൈലിയാണ്. പള്ളിയിൽ ഉസ്താദ് ഒന്ന് ദുആ ചെയ്തല്ലേ മയ്യത്തെടുക്കുക, ഇവിടെ അങ്ങനല്ലേ? അതെ. അസന്താരിയും ഉസ്താദ് വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് വരുമ്പോ ഉസ്താദ് ദുആ ചെയ്യാൻ പോവാണ്. ദുആ ചെയ്യുമ്പോഴും മകൻ അവിടെ ഇല്ല, മകൻ ഫോണില്ല. എടാ, നീ എപ്പോഴാ വരിക? നീ എവിടെ എത്തി? ഫോണില്ല, ദ്വാരക്കൂല. കൊണ്ടുവന്നു,
പള്ളിയിൽ കൊണ്ടൊന്ന് മയ്യത്ത് വെച്ചു. ഉസ്താദ് ചോദിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ നമ്മളുമായിട്ട് സഹകരിച്ച ആളാണ്, സാമ്പത്തിക എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുക, വലിയ തുകയുണ്ടെങ്കിൽ മക്കളുമായി ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞ് നിസ്കാരത്തിന്റെ മര്യാദകളൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് ചോദിക്കും, മയ്യത്തിന് നേതൃത്വം കൊടുക്കുക ആരെങ്കിലും ഉണ്ടോ? ആര് വരും? ഉസ്താദേ, എൻ്റെ വാപ്പയാ, എൻ്റെ ഉമ്മയാ, എനിക്ക് വേണ്ടി ജീവിച്ചതാ, ഞാൻ നിസ്കരിക്കാം ഉസ്താദേ. 1000 പേര് നിസ്കരിച്ചാലും സ്വന്തം നെഞ്ചു പൊട്ടി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന്റെ പകരമാകൂല. എത്ര വാപ്പമാർക്ക് നെഞ്ചിൽ കൈവച്ച് ഈ ഉളയത്തിന്റെ സദസ്സിൽ നിന്ന് തീരുമാനം പറയാൻ പറ്റും, ഉസ്താദേ എൻ്റെ മകൻ എനിക്ക് വേണ്ടി നിസ്കരിക്കും. മയ്യത്ത് കുളിപ്പിക്കേണ്ട നമ്മുടെ മക്കളാ. ഭാഗ്യമുണ്ടോ? നമുക്ക് ഭാഗ്യമുണ്ടോന്നറിയില്ല. എന്നിട്ടോ മരണമൊക്കെ കഴിഞ്ഞു, കബറടക്കി 3-ോ 7-ോ ഉസ്താദന്മാർ വീട്ടിൽ ദ്വാരക്കാൻ വരും. ദ്വാരക്കാൻ വരുമ്പോ ഉസ്താദ് ദ്വാ ചെയ്യുമ്പോ ഓൻ വെളിയില, മകൻ വെളിയില. എടാ, ആ പഴം എടുത്ത് അവിടെ വേടാ, അലുവ എടുത്ത് ഇവിടെ വേടാ, ഇല്ലേ, ആപ്പിൾ എടുത്ത് അവിടെ വേടാ, ചീരൻ എടുക്കുന്ന തിരക്കില്ല, പാപ്പാക്കൊണ്ട് അമ്മയും പിടിക്കാൻ നമ്മളില്ല. എവിടെ പോയി നമ്മുടെ മക്കൾ? കൈവിട്ട കൈകളിക്കുന്ന കാലമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ മറ്റൊരു സ്വഭാവ ഗുണം, ദീനിന് വേണ്ടി സമ്പത്ത് മുഴുവനും സദഖയായും സക്കാത്തായും സ്വന്തം മകനെ പോലും ദീനിന് വേണ്ടി കൊടുത്തു എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ, ഒന്നാമത്തെ ചവിട്ടടി കേട്ടത് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണെങ്കിൽ രണ്ടാമത്തെ ചവിട്ടടി കേട്ടതാരാ? ആ ഒരു സംഭവം കൂടി പറഞ്ഞെന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറയുന്ന, സ്വഹാബ, രണ്ടാമത് ചവിട്ടടി കേട്ടതാരെന്നറിയോ? ഈ ലോകത്തിലെ ഏറ്റവും നല്ല മധുരമായ ബാങ്കുലി ആരുടേതാണ്? ഏറ്റവും നല്ല ബാങ്കുലി എവിടത്തെയാ? ഒളയത്തെ പള്ളിയിലാണോ ഉസ്താദെ? അതൊക്കെ നമ്മുടെ പള്ളിയില. ഉസ്താദെ, എന്താ ബാങ്ക്! അല്ലാഹുവേ, ആ ബാങ്ക് വിളി കേട്ട കുളിച്ചോണ്ടിരിക്കുന്നവർ അങ്ങനെ നിൽക്കും, മീൻ കണ്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ നിൽക്കും. എന്താ ബാങ്ക്! ഇപ്പൊ പിന്നെ പള്ളികൾ മൊത്തം വിദേശികളാണ്, അല്ലേ? അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ശമ്പളം കുറച്ച് കൊടുത്താൽ മതി, പണിയൊക്കെ അവർ ചെയ്തോളൂ, അങ്ങനല്ലേ? ഇമാമിനെ കൂടി ഇനി എല്ലാവരും ഹിന്ദിയും കൂടെ പഠിച്ചാ, ഇപ്പൊ നമ്മളൊക്കെ ഹിന്ദി പഠിക്കണം, അല്ലേ? മുടി വെട്ടുന്ന കട, ഇവിടെ എന്താ ബാർബർ ഷോപ്പ് എന്നല്ലേ പറയാ? ബാർബർ ഷോപ്പ് ആരാ? മലയാളികൾ ആരെങ്കിലും ഉണ്ടാ? ഇല്ല. നമ്മൾ ചെന്നിരുന്ന പറയും, കൊച്ചു കട്ട് ഹേ. ഹിന്ദി അറിഞ്ഞൂടാ, അല്ലേ? എല്ലാ ബംഗാളികളായി. ഹിന്ദി അറിയോ? ഇല്ല. നമ്മളെ ഓരോ പറയണ അവസരങ്ങൾ, അവരൊന്നും അവര് മലയാളം പഠിച്ചു, നമ്മളിപ്പോഴും ഹിന്ദി പഠിച്ചിട്ടില്ല. നമ്മൾ പറയണ കട്ട് ഹേ, കുട്ട് ഹേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് ഹിന്ദി അറിയാൻ പാടില്ല. എല്ലാ ബാർബർ ഇപ്പൊ എല്ലായിടത്തും ഹിന്ദിയാണ്, അല്ലേ? ഇനി ഹത്തീബന്മാരുടെ ഹിന്ദിക്കാരായ തീർന്നു, മാഷാ അല്ലാഹ്. അതാകുമ്പോൾ റാഹത്താണല്ലോ, പിരിവ് ചോദിക്കൂല, ഒന്നും ചെയ്യില്ല. അവർ പറയണം നമുക്കും തിരിയൂല, നമ്മൾ പറയണം അവരും തിരിയൂല, റാഹത്തായി, അല്ലേ? അങ്ങനെ ആകാൻ മതി. അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആത്മാർത്ഥം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നും കള്ളത്തരത്തിന് വേണ്ടിയാകരുത്. ഒരിടത്തൊരു ഭാര്യ മരണപ്പെട്ടു, നിർത്താണ്. ഭാര്യ മരണപ്പെട്ടപ്പോൾ ഭർത്താവ് ഭയങ്കര കരച്ചിൽ, വല്ലാത്ത കരച്ചിൽ. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇങ്ങനെ സ്നേഹമുള്ള മാപ്പിള, ഭാര്യ മരിച്ചതിന് കരയോ നിങ്ങള്? ഭാര്യ മരിച്ചാൽ കരയോ? സുബ്ഹാനല്ലാഹ്, കണ്ടറിയണം. അപ്പം എന്തുണ്ടായി? ഭാര്യ മരിച്ചു, പള്ളി കൊണ്ടുവന്ന് ഖബറടക്കിയിട്ട് ഖബറിന്റെ അടുത്ത് നിന്ന് മനുഷ്യൻ മാറണില്ല, ഖബറിന്റെ ചാരത്ത് നിന്ന് മനുഷ്യൻ മാറണില്ല. നോക്കുമ്പോ ഖബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വീശി കൊടുക്കാണ്, ഖബറിന്റെ മുകളിൽ. കമ്മറ്റിക്കാർ ഉസ്താദുകൾ, ഉസ്താദെ, ഹത്തീബ് ഉസ്താദുകൾ, ഉസ്താദെ, നേരെ ഇത്രയും മനുഷ്യ ഖബറിന്റെ അടുത്തൊന്നും മാറണില്ല. എന്താ സ്നേഹം ഉസ്താദ്, നിങ്ങളൊന്ന് പറയും. ഇങ്ങനെ വീശി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ദുആ ചെയ്താൽ മതി, നിസ്കരിച്ചാൽ മതി എന്ന് പറയാൻ ഉസ്താദ് പാവപ്പെട്ട കമ്മറ്റിക്കാർ പറഞ്ഞല്ലേ. നേരെ അവിടെ ഖബറിൽ ചെന്നിട്ട് പറഞ്ഞടാ, നീ ഇങ്ങനെ വീശി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അടിയിൽ മണ്ണുണ്ട്, പലകയുണ്ട്, അതിൻ്റെ ഉള്ളിൽ നീ ദൂരമുണ്ട്, കാറ്റൊന്നും കിട്ടൂല, നീ ദുആ ചെയ്താൽ ഓക്ക് തണുപ്പ് കിട്ടും. ഉസ്താദിനോട് പറയണം, ഉസ്താദെ, ഞാൻ എന്തിനാ വീശി കൊടുക്കുകയെന്നറിയോ? എന്താപ്പാ പറയും, നിന്റെ സ്നേഹം കൊണ്ടാ? അതൊന്നുമല്ല ഉസ്താദെ, ഓളും മരിക്കാൻ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒരു വസിയത്ത് ചെയ്തു. എന്താപ്പാ? ഇച്ച ഞാൻ എന്തായാലും മരിക്കും, എന്തായാലും എൻ്റെ ടിക്കറ്റും വിസ ഓക്കെയാണ്, എന്തായാലും ഞാൻ പോകും. ഒരൊറ്റ വസിയത്തുണ്ട്, ഞാൻ മരിച്ച് കൊണ്ടുവന്ന് കബറടക്കിയിട്ട് എൻ്റെ മണ്ണിൻ്റെ നനവ് മാറാതെ നിങ്ങൾ വേറെ കെട്ടരുത്. അള്ളാണ കാക്ക, ഇതെങ്കിലും നിങ്ങൾ തരണം. ഉസ്താദെ, മണിക്കൂർ 6 ഇതുവരെ മണ്ണ് ഉണങ്ങണില്ല, ഇത് ഉണങ്ങിയിട്ട് വേണം ഒന്നിനെ കെട്ടിക്കൊണ്ടുവരാൻ. വെയിറ്റ് ലിസ്റ്റാണ്, ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടാണ് ഞാൻ വന്നേ, ഇത് ഉണങ്ങിയിട്ട് വേണം അതിനെ വിളിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ ആത്മാർത്ഥ. നാളെ തൊട്ട് ഒളയാമ്പള്ളിയുടെ ഖബർസ്ഥാനം ഒന്ന് വീശി നിന്നാൽ അവിടെ ഇരിപ്പുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വസിയത്ത് ചെയ്യണമാരെന്നില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എന്തുണ്ടായി? നമ്മുടെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം.
അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് എവിടെയാ നല്ല ബാങ്ക് എവിടെയാ ബാങ്ക് നല്ല ബാങ്ക് എവിടത്തെയാ പറയും മനുഷ്യരെ. ലോകത്ത് ബാങ്കുലി കൊണ്ട് പേര് കേട്ട ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാ? ബിലാൽ. വേവുന്ന മനസിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോയി. നബിയില്ല മദീനത്തെയോർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത്. നബിയില്ല മദീനത്തെയോർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത്. സയ്യിദുനാ ബിലാൽ, കറുകറുത്തവനായ വെളുത്ത മനസ്സിന്റെ ഉടമസ്ഥനായ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, എനിക്ക് മുമ്പേ നടന്നുപോയ ചവിട്ടടി രണ്ടാമത്തെ ശബ്ദം ആരുടെയും അറിയോ? അത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മഹാനായ ബിലാൽ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവരാ. എൻ്റെ പ്രിയമുള്ളവരെ, ചോദിച്ചു അത്ര എന്തേ കാരണം, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, ഒളു എടുത്താൽ ഉടനെ ഞാൻ നിസ്കരിക്കും. ഒളു എടുത്ത ഉടനെ ആ 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കും. ആ ഒരു സ്വഭാവ ഗുണം എനിക്കുണ്ട്. അത് കാരണമാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കാനും പകർത്താനും ഭാഗ്യം അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ജീവിതം വളരെ കുറവാണ്. കാലാകാലം നമ്മൾ ജീവിക്കൂല. എല്ലാ വെള്ളിയാഴ്ച ഉസ്താദ് ഓതൂലേ, വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. അല്ലാഹുവേ, ആഖിറ ലോകമാണ് അവശേഷിക്കുന്നത്. കാലാകാലം ഈ ദുനിയാവിൽ ഒരാളും ജീവിക്കൂല. അങ്ങനെ ജീവിക്കുമായിരുന്നെങ്കിൽ ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരൊറ്റ സ്വഭാവ ഗുണം കൂടി പറഞ്ഞ് ഞാൻ ദുആയിലേക്ക് കടക്കുകയാ. നബി തങ്ങൾ പറയുന്ന സ്വഹാബാ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സ്വഭാവം കൂടി ഞാൻ പറഞ്ഞു തരാ. നാളെ സ്വർഗത്തിൽ ഞാൻ കടന്നു പോകുമ്പോ ഞാൻ കണ്ടുപോയ കാഴ്ചയാ ഈ പറയുന്ന സ്വഭാവം. ഈ ഉളയത്തിന്റെ പരിസരത്തുള്ള ഉമ്മമാർക്ക് വാപ്പമാർക്കുണ്ടെങ്കിൽ നബി തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജബത് ലഹുൽ ജന്ന. ഏതാണെന്നറിയോ? നബി തങ്ങൾ പറയുന്ന സ്വഹാബാ, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും ആര് പാലിക്കുന്നുവോ അവന് സ്വർഗമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്ന് വാപ്പയും ഉമ്മയും ഫുട്ബോൾ തട്ടും പോലെ തട്ടാണ് അല്ലേ? എടാ 10 ദിവസം നീ നോക്ക്, 10 ദിവസം ഞാൻ നോക്കാം അല്ലേ? 5 ദിവസം നിങ്ങൾ നോക്കട്ടെ. പന്ത് തട്ടുന്നത് പോലെ നമ്മുടെ വാപ്പയെയും ഉമ്മയെയും തട്ടിക്കളിക്കുന്ന കാലം. നബി തങ്ങൾ പറഞ്ഞു, സുഹാബ, മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചാൽ, ഈ ദുനിയാവിൽ ഒരാൾ കള്ളു കുടിച്ചു, ഈ ഉളയത്തിന്റെ പരിസരത്ത് കള്ളു കുടിച്ചു എന്ന് വിചാരിക്ക, പലിശ തിന്നു എന്ന് വിചാരിക്ക, വ്യഭിചരിച്ചു എന്ന് വിചാരിക്ക, ഇതിനെല്ലാം ശിക്ഷ അള്ളാന്റെ പരലോകത്ത ഖബറിലേ ഉള്ളൂ. പക്ഷേ ഒരാൾ വാപ്പയെയും ഉമ്മനെയും വേദനിപ്പിച്ചാൽ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ മരിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് പറയുമ്പോ ഉളയത്തെ ചെറുപ്പക്കാർ ചിന്തിക്കേണ്ട, വാപ്പാനെ തല്ലണോന്ന് പറയണില്ല. വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ തല്ലണ്ട, കാല് ചുരുട്ടി അടിക്കണ്ട, വഴക്ക് പറയാൻ നബി തങ്ങൾ ഒരു അളവ് പാത്രം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് സംശയം ചോദിക്കുന്നു, നബിയെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്താണ് അതിന്റെ കണക്കെന്നൊന്ന് പറഞ്ഞു തരുവോ? മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയെ, അതൊന്ന് വിശദീകരിച്ചു തരിക. വളയത്തിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, പെങ്ങളെ, അത് ഭർത്താവിന്റെ വാപ്പയാകട്ടെ, ഭർത്താവിന്റെ ഉമ്മയാകട്ടെ, ഭാര്യയുടെ വാപ്പയാകട്ടെ, ഭാര്യയുടെ ഉമ്മയാകട്ടെ, നബി തങ്ങൾ പറയുന്ന സ്വഹാബാ, നിങ്ങൾ കാരണം ആരുടെയെങ്കിലും വാപ്പാന്റെ കണ്ണിൽ നിന്ന്, ഉമ്മയുടെ കണ്ണിൽ നിന്ന് മിസ്ലു റഅസി ദുബാബ്, മിസ്ലു റഅസി ദുബാബ്, നമ്മുടെ ശരീരത്ത് വന്നിരിക്കുന്ന ഈച്ചയുണ്ടല്ലോ, ഈച്ചയുടെ അളവെങ്ങാൻ ഒരു തുള്ളി കണ്ണുനീര് നമ്മൾ കാരണം വാപ്പാന്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, നബി തങ്ങൾ പറയുന്ന സ്വഹാബാ, ഹസ്റത്തു ദുനിയാ വൽ ആഖിറ, ദുനിയാവ് മാത്രമല്ല
ആഖിറവും പരാജയത്തിലാ. എന്റെ ഒളയത്തുള്ള വാപ്പാ, ദേഷ്യം വന്നപ്പോ നമ്മൾ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടില്ലേ? വാപ്പാനോട് ദേഷ്യപ്പെട്ടിട്ടില്ലേ? വായിൽ തോരക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അല്ലാ, ഇന്ന് നമ്മുടെ ഉമ്മ ഖബറിലാണല്ലോ. ഈ ഒളയത്തിന്റെ സദസ്സിലിരുന്ന് ചിന്തിക്കുന്നുണ്ടാകും, അല്ലാഹുവേ, എൻ്റെ ഉമ്മയൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ, എൻ്റെ വാപ്പയൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ 1000 വട്ടം എനിക്കൊന്ന് മാപ്പ് പറയാമായിരുന്നു. ജീവിതത്തിൽ ഉമ്മമാര് ജീവിച്ചിരിക്കുന്ന സമയമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉമ്മ എന്ന് വിളിക്കാൻ ഒരാളില്ലാതെ വരിക, എന്തൊരു മുത്തനബി തങ്ങൾ പറഞ്ഞു. ആ ഒരു അവസ്ഥ വല്ലാത്ത സങ്കടമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രത്തോളം നബി തങ്ങൾ അടിക്കണ്ട, ഉമ്മയെ പുറത്താക്കണ്ട, നിസ്സാര അളവ് ഈച്ചയുടെ തല. ഈച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ അതിൽ ഈച്ച എന്നല്ലേ പറയാ അല്ലേ? വെള്ളത്തിലൊക്കെ വന്നിട്ട് ഈച്ച സാധനം, ആ സാധനത്തിന് ഈച്ച തന്നെ ഇത്തിരിയുള്ളൂ, അതിന്റെ തല എന്തോരം ഉണ്ട്. ആ ഈച്ചയുടെ അളവ് ഉമ്മാന്റെ കണ്ണിൽ നിന്നും നമ്മൾ കാരണം പുറത്തേക്ക് വന്നാൽ നബി തങ്ങൾ പറയുന്നു, ദുനിയാവും നാശം. എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല. നിന്റെ ഇബാദത്ത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നല്ലത് പഠിക്കാൻ, നല്ലത് പകർത്താൻ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ഒറ്റ കാര്യം പറഞ്ഞു തരാം. മഹാനായ ബിലാൽ ഖവാസ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ കാര്യം പറഞ്ഞു തരാം. മഹാനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് നബിയുല്ലാഹി ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, ഏതെങ്കിലും ഒരു സദസ്സിൽ ഖിളർ നബിയെ കുറിച്ച് പറഞ്ഞാൽ ആ സദസ്സിൽ ഖിളർ നബി ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖിളർ നബിയെ കുറിച്ച് പറയണമെന്നാണ്. എവിടെയാ തെളിവ്? ഇപ്പൊ തെളിവ് ചോദിക്കുന്ന കാലല്ലേ? എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ച കഹഫ് ഓതൽ സുന്നത്താണ്. കഹഫിൽ ഖിളർ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്. മഹാരഥന്മാരൊക്കെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ഖിളർ നബിയെ കുറിച്ച് പ്രത്യേകം സുന്നത്താണ്. ആ നബി ഇന്ന് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന 2 നബിമാരാ. ഒന്ന് സക്കരിയ നബിയും, ഒന്ന് ഇല്യാസ് നബിയും, അതുപോലെ ഒന്ന് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു കാണാൻ ഭാഗ്യം തരട്ടെ. ഇന്ന് കാണാൻ കഴിയും, ആർക്ക് വേണമെങ്കിലും കാണാൻ കഴിയും. എല്ലാ വർഷം ഹജ്ജിന് വരുമെന്നാണ് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ബിലാൽ ഖവാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനായ ഖിളർ നബിയെ കണ്ടു. ഖിളർ നബി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ മഹാനായ ബിലാൽ ഖവാസ് തങ്ങൾ അടുക്കൽ ഒരാൾ വന്നു, ചോദിച്ചു, മൻ അന്ത, നിങ്ങൾ ആരാ? നബിയുല്ലാഹി ഖിളർ നബി പറഞ്ഞു, അന നബിയുല്ലാഹി ഖിളർ, ഞാൻ ഖിളർ നബിയാ. ഉടനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു എളുപ്പ വഴി പറഞ്ഞു തരാമോ? ഇന്നത്തെ നിങ്ങൾക്ക് സമ്മാനമാണ്, ഖിളർ നബിയെ നേരിട്ട് കാണാൻ എളുപ്പ വഴി. ഇൻഷാ അല്ലാഹ് അതിന് മുമ്പ് ലിസ്റ്റില്ലേ, ലിസ്റ്റ് അവർ വായിക്കും, അത് കേൾക്കണമെങ്കിൽ അവിടെ ഇരിക്കുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവുള്ളൂ. അതും കൂടി പറഞ്ഞ് നമ്മൾ ദുആ രക്കും. അതിന് മുമ്പ് ലിസ്റ്റ് ഇൻഷാ അല്ലാഹ് വായിക്കും. റഹീം ബാബ 5000 രൂപ, മുഹമ്മദ് അക്ബർ 2000 രൂപ, മുഹമ്മദ് ആസിഫ് 25 ബാഗ് സിമൻറ്റ്, ഇത് പള്ളിക്കാണ്. അതുപോലെ ദ്വാരക്കാൻ വേണ്ടി സഫിയ ഉപ്പള ഗേറ്റ് 501, സഫിയ ഉപ്പള ഗേറ്റ് ഒരു ആട്. അതുപോലെ നമ്മളെ അബ്ദുറഹ്മാൻ റയ്യാൽ വളയം ഒരാട് പ്രത്യേകം ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. മൊയ്തീൻ പൈവളിക്ക ദ്വാരക്കാൻ വേണ്ടി 200 രൂപ, ആയിഷ പൈവളിക്ക ദ്വാ ചെയ്യാൻ വേണ്ടി 200 രൂപ. അതുപോലെ ഒരു സഹോദരിയുടെ ഓപ്പറേഷൻ വിജയിക്കാൻ വേണ്ടി 101 രൂപ, ഒരു സഹോദരൻ ദ്വാ ചെയ്യാൻ വേണ്ടി 50 രൂപ. അതുപോലെ ഒരു മരണ വാർത്ത, നമ്മുടെ തൊട്ടടുത്ത ജമാഅത്ത് സിറിയയിലെ അബൂബക്കർ ചാൻ്റെ മകൻ അബ്ദുറസാഖ് ഗൾഫിലൊരു അപകടത്തിൽപ്പെട്ട് കുറച്ച് ദിവസമായി അദ്ദേഹം ഒരല്പം മുമ്പ് മരണപ്പെട്ടു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ പ്രിയമുള്ളവർ, അൽഹംദുലില്ലാ, നമ്മളാ കാണുന്ന നമ്മുടെ പള്ളിയുടെ മുൻവശം പുതുക്കിപ്പണിയണം. എഴുന്നേക്കണ്ട, പിരിവിനൊന്നും അല്ലപ്പാ. പക്ഷേ നിങ്ങൾ അറിഞ്ഞു കൊടുക്കുന്നവരാണ്, ഞാൻ സൂചിപ്പിച്ച് പോകുന്നു മാത്രം. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ സമ്പത്ത് സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹതിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ പള്ളി, അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ പള്ളി
അത് നമ്മുടെ വീട് നമ്മൾ എത്ര മനോഹരമാക്കും അല്ലേ, അതുപോലെ അള്ളാഹിന്റെ പള്ളി മനോഹരമാക്കണം. അത് നമ്മൾ സമ്പത്ത്, അള്ളാഹു തന്ന സമ്പത്ത് അതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ സ്വർഗത്തിൽ അള്ളാഹു നമുക്കൊരു സ്ഥാനം, ഒരു വീട് പണിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അള്ളാഹ് നേരിട്ട് ഇറങ്ങി വരുന്നില്ല. അള്ളാഹ് നമ്മളെ തിരഞ്ഞെടുത്ത, നമ്മൾ ഖലീഫമാരാ, നമ്മൾ അള്ളാഹിന്റെ അടിയാറുകളാ. നമ്മൾ ആ പള്ളിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സിമന്റുകളായും കമ്പിയായും പൈസയായിട്ടൊക്കെ നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് സന്ദർഭോചിതമായി ഉണർത്തിയെന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ബിലാൽ ഖവാസ് തങ്ങൾ ഖിദ്ർ നബിയെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, നബിയെ നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പ്രിയമുള്ള ഇന്നത്തെ സമ്മാനമാണ്. മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ ബിലാൽ ഖവാസ് തങ്ങളോട് പറഞ്ഞു, ഒരൊറ്റ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടുമുട്ടുമെന്ന് നബി ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം. ഇതെന്നറിയോ? അതാണ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം. മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഏതൊരു മകൻ ഈ സദസ്സിലുണ്ടോ, ഏതൊരു മകൾ സദസ്സിലുണ്ടോ, അവർ മരിക്കുന്നതിന് മുമ്പ് ഖിദ്ർ നബിയെ കണ്ടുമുട്ടുമെന്ന് മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്ന് പറയുമ്പോൾ സ്വന്തം വാപ്പാണെന്നില്ല, ഭർത്താവിൻ്റെ വാപ്പ അത് നമ്മുടെ വാപ്പയാ, ഭർത്താവിൻ്റെ ഉമ്മ നമ്മുടെ ഉമ്മയാ. പറയും പറഞ്ഞു കൊടുക്കുക ഉസ്താദേ അങ്ങോട്ട്, അവക്ക് ഒന്ന് ചിന്തിക്കണ്ട, ഭർത്താവിൻ്റെ ഉമ്മ നമ്മുടെ ഉമ്മയാ. അങ്ങനെ നമ്മൾ കാണണം. വന്നു കയറുന്ന മരുമകൾ നമ്മുടെ മകളാണ്, നമ്മൾ ആ പരിഗണനയില്ല. നമ്മുടെ മകൾ അപ്പുറത്തെ വീട്ടിൽ പോയാൽ അത് മകളായി കാണണം. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മകൾ മരുമകളായി കാണാൻ നമുക്ക് മകളായി കാണാൻ കഴിയില്ല. അതിലേക്കൊന്നും കിടക്കണില്ല. അതൊക്കെ നല്ലത് പഠിക്കാനും പകർത്താനും അതൊക്കെ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഒരൊറ്റ സ്വഭാവ ഗുണം, മാതാപിതാക്കളുടെ ഗുണം നമ്മൾ ചെയ്താൽ ഉറപ്പായും ദുനിയാവും ആഖിറവും വിജയിക്കും. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തില്ലാത്തത് എന്തേ? ബിസിനസ്സുകളൊക്കെ തകരുന്നത് എന്തേ? നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ വരുന്നത് എന്തേ? ഒരൊറ്റ അടിസ്ഥാന കാരണം മാതാപിതാക്കളുടെ പൊരുത്തമില്ലായ്മയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഉമ്മയോട് നമ്മൾ പൊരുത്തം ചോദിക്കണം. നമ്മൾ ഇന്ന് പ്രസംഗം നമ്മുടെ വീട്ടിൽ ഉമ്മ ഉണ്ടാകും. ഉമ്മ നമ്മൾ പൊരുത്തം ചോദിച്ചു നോക്കിയേ. നമ്മൾ പലതും ഉമ്മയെ പറഞ്ഞിട്ടുണ്ട്, പലതും വാപ്പായ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഉമ്മയോട് ചോദിച്ചു നോക്കി, ഉമ്മ നിങ്ങൾക്ക് എന്നോട് പൊരുത്തമുണ്ടോ? ഉമ്മ പറയണ എന്താണെന്നറിയോ? ഉമ്മാന്റെ കുട്ടിക്ക് എന്താ പ്രശ്നം? ഉമ്മാക്ക് ഉമ്മയെ നമ്മൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഉമ്മയെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉമ്മ. നമ്മൾ ഭാര്യയോട് നമ്മൾ വഴക്കിട്ടു എന്ന് വിചാരിക്കുക. ഭാര്യയോട് വഴക്കിട്ടിട്ട് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് വഴക്കിട്ടു, നിസ്കാരം കഴിഞ്ഞു, തിരിച്ച് നമ്മൾ ഭാര്യയോട് മിണ്ടി നോക്കിയേ, മിണ്ടൂല. മിണ്ടോ? ചെവിയിൽ മൂളുന്ന രണ്ട് സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാ? ചെവിയിൽ മൂളുന്ന 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാ? പറയും മനുഷ്യരെ. ഒന്ന് കൊതു അല്ലേ, മറ്റൊന്ന് വധു. ഇത് രണ്ടും പ്രശ്നമാണ് അല്ലേ? ശരിയല്ലേ? നിങ്ങൾ കുമ്പളെ പോയപ്പോൾ ഓള് പറഞ്ഞു, അതെ എൻ്റെ ലിഫ്റ്റിക്ക് തീർന്നു വെച്ചാ അത് മേടിച്ചു. ലിഫ്റ്റിക്ക് തന്നെ അറിയില്ലേ? അങ്ങനെയൊക്കെ സാധനം ഉണ്ട്, അത് മേടിക്കണം. പാവപ്പെട്ട കാക്കാക്ക് ഇത് കാര്യമാണ്. ഉരിഞ്ഞ മുണ്ട് പോയാൽ അത് എടുത്തു കൊടുക്കാൻ പോലും സമയമില്ല. പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഓടണം. ആ ഓട്ടപ്പാച്ചിലാണ്. പാവപ്പെട്ടവൻ മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. ഞാൻ നിർത്താണ്. പാവപ്പെട്ടവൻ പോയിട്ടൊക്കെ തിരിച്ചു വന്ന് അസ്രസ്കറാണ് വീട്ടിൽ വന്നപ്പം ഓൾ ആദ്യം നോക്കണ കയ്യിലാണ് അല്ലേ? ആദ്യം നോക്കണ കയ്യിലാണ്. ഗൾഫിൽ നിന്ന് പ്രവാസികൾ വരുമ്പോൾ അല്ലാഹു പ്രവാസികൾക്ക് ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. എയർപോർട്ടിൽ നിൽക്കും ഭാര്യ നോക്കണം എവിടെയാ? ഭർത്താവിൻ്റെ കയ്യിലെ പെട്ടിയാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഓടി വന്നൊരു കെട്ടിപ്പിടുത്തമുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരെ? ഇച്ചായല്ല, പെട്ടിയെ. അപ്പോൾ ഇച്ച ചിന്തിക്കും, പടച്ചോനെ ആ പെട്ടിയെങ്കിലും ആയാ മതിയായിരുന്നു റബ്ബേ. പെട്ടിയുടെ എണ്ണം കുറഞ്ഞെങ്കിൽ പിന്നെ മിണ്ടൂല. അപ്പം എന്ത്, ടൗണിൽ നിന്ന് വന്നപ്പോൾ സാധനം മേടിക്കാൻ മറന്നു. ഇവിടെ ഒരു ചായഞ്ഞെടുത്തേ കയ്യിൽ സാധനം ഇല്ല. നിങ്ങൾ മേടിച്ചാ? അള്ളാഹ് ഞാൻ മറന്നുപോയി, പിന്നെ ആവട്ടെ. പിന്നെ എന്താ പ്രശ്നം എന്നറിയോ? ചായ ഒരൊറ്റ വെപ്പാണ് കൊണ്ടുവന്നു ഇല്ലേ? മേശപ്പുറത്ത് ഒരൊറ്റ വെപ്പാണ്. പിന്നെ പാത്രം എടുത്താലും ഗുണ ശരിയല്ലേ? ഉസ്താദ് നിങ്ങൾക്ക് ഇതെങ്ങനെ അറിയാം ഉസ്താദ്? എൻ്റെ വീട്ടിലെ കാര്യം എല്ലാവരുടെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാ? ഉമർ തങ്ങളെ വീട്ടിൽ പോലും ഇതാണെങ്കിൽ പിന്നെ നമ്മളെ അവസ്ഥ പറയാനുണ്ടോ? അപ്പൊ ലോകത്തെ വിറപ്പിച്ച ആളാണ് ഉമർ തങ്ങളെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, പരാതി പറയാൻ വേണ്ടി പോയി. ഒരാൾ പെണ്ണുമ്പിള്ളയുടെ പ്രശ്നം കാരണം കിടന്ന കാലയില്ല, ഒരു സ്വസ്ഥതയില്ല. ഞാൻ ഉമർ തങ്ങളെ വീട്ടിൽ ചെന്നപ്പോ ചട്ടിയും കലമൊക്കെ മുറ്റത്ത് പോവാ, അന്തരീക്ഷത്തിൽ നിൽക്കുക. സുബ്ഹാനല്ലാഹ്. ഓൻ തിരിച്ചുപോയി. ഉമർ തങ്ങള് ഇനി ഒന്ന് എന്താ പ്രശ്നം? ഒന്നുമില്ല പറയപ്പാ തങ്ങളെ, ഒന്നും തോന്നല, എൻ്റെ വീട്ടിൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല, ഓള് കിടന്ന് അലയ്ക്കുമെന്നുള്ളൂ, പാത്രമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെ വീട്ടിൽ പറയാനുണ്ടോ? അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.